Lighter to Lighten Marthoma Study Forum. ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ തുടർച്ചയായിട്ടുള്ള 211 മീറ്റിംഗ് ആണ് ഇന്നിവിടെ സമാരംഭിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗില് നമ്മൾ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് മിസ്റ്റർ മോട്ടി ജേക്കബ് സാമുവേലും കുടുംബവുമാണ്. ഒരു കുടുംബമായിട്ട് ഇന്ന് ഗാനങ്ങൾ ആലപിക്കും. മിസ്റ്റർ മോട്ടി ജേക്കബ് സാമുവേലിന്റെ ഭാര്യ മിസസ് ഡോർസി ജേക്കബ് സാമുവേൽ, മക്കൾ മിസ് മഹിമ വത്സ ജേക്കബ്, മിസ് നന്മ സൂസൻ ജേക്കബ്, ഇവരൊത്തുചേർന്നാണ് ഇന്നത്തെ ഗാനം ആലപിക്കുന്നത്. ഇവരെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ് ഒട്ടേവർക്കും പരിചിതനായ ജോർജ് യോഹനാൻ സാറ്. സാറിന്റെ മകളും മരുമകനും കൊച്ചുമക്കളുമാണ് ഇന്ന് പാട്ട് പാടുന്നത്. അതേ സമയത്ത് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഞാന് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്ന PM സാമുവേൽ അച്ഛന്റെ മകനാണ് ശ്രീ മോട്ടി ജേക്കബ് സാമുവേല്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിനെ കൊണ്ട് ഇന്നിവിടെ ഗാനങ്ങൾ ആലപിക്കുവാൻ കിട്ടിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ മോട്ടി ജേക്കബ് സാമുവേൽ വർഷങ്ങൾ ദുബൈയിലായിരുന്നു. ദുബൈയിലെ മർത്തോമ പള്ളിയിൽ ഏകദേശം 11 വർഷക്കാലം അദ്ദേഹം കൊയർ മാസ്റ്ററായിട്ട് പ്രവർത്തിച്ച ജബലലിയിലെ മർത്തോമ പള്ളിയില്. അങ്ങനെ സംഗീതവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി ഇന്ന് നമുക്ക് ഗാനം ആലപിക്കുവാനായിട്ട് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കുടുംബമായിട്ട് അവരെ ഈ ഇന്നത്തെ യോഗത്തിൽ ഗാനം ആലപിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Uncle. It is our pleasure and blessed privilege to be on the platform of Lighted to Lighted. First Chronicles 16:34 says, "Oh, give thanks to the Lord, for He is good, for His steadfast love endures forever." This week, we have witnessed one of the biggest catastrophe Kerala has ever seen, the Wayanad landslide, which has left more than 300 dead and over 300 missing. We are still alive when so many have lost their lives, family, home, dear and near ones. എല്ലാത്തിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് യേശുക്രിസ്തു ദൈവേഷ്ടം. Time to say thank you, Lord, for the gift of life, for His abundant and countless blessings. We, as a family, take time to praise our Creator through a medley of songs.
നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഭവനത്തിലെ ഒരംഗമായ മിസ് മഹിമ വത്സ ജേക്കബ് പ്രാർത്ഥിക്കാവുന്ന ഏറ്റിരിക്കുകയാണ്. നമ്മളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് മഹിമ വത്സ ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളു. Our loving Father, we, your children, kneel before you today in reverence. Thank you, Lord, for this day and for the life and blessings you have showered upon us. We pray that you uplift our heart and soul and make us ever thankful for all the blessings we have reached. O Lord, give us the strength to surpass every difficult and challenging situations. Bless us with our strength and joy. Let's take a moment and pray for the speaker for today, Nainan Pularini sir, for his innumerable contribution to gospel music. As we prepare to learn your word, here is music experience. May you fill our hearts and minds with knowledge and understanding. Lord, bless us all those who work for this online seminar. In Jesus' name, amen. ഇന്ന് നമ്മളോട് പാട്ടുപാടി നമ്മളെ സഹായിച്ച ബഹുമാനപ്പെട്ട മോട്ടിയോടും ഡോർസിയോടും മഹിമയോടും നന്മയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ നേതൃത്വം നൽകിയ
മഹിമ വത്സ ജേക്കബിനോട് പ്രത്യേകം നന്ദി. നിങ്ങളുടെ ഈ കുടുംബമായിട്ടുള്ള കൂട്ടായ്മയും ഒത്തൊരുമയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് ലഭിച്ചത്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വട്ടം കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 211ാമത്തെ വെബിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെബിനാർ ഇവിടെ നടക്കുമ്പോൾ ഇന്ന് നമ്മള് കേരളത്തിന്റെ ഒരു അവസ്ഥ, വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സ്റ്റേറ്റ് കടന്നു പോകുന്നത്. ഈ സമയത്ത് വയനാട്ടിലെ 2-3 ഗ്രാമങ്ങൾ മൊത്തമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം 500-ലധികം ജീവനുകള് നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട്. അവരുടെ ബന്ധുമിത്രാദികളെ, അവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അതീവ തീവ്ര ദുഃഖത്തിലാണ് കഴിയുന്നത്. നമുക്ക് ഇന്നത്തെ ഈ വെബിനാർ ആരംഭിക്കുന്നതിന്റെ ഈ വെബിനാറിൽ ഈ പ്രകൃതി ദുരന്തം മൂലം പ്രയാസം അനുഭവിക്കുന്നവരെ നമുക്ക് ഓർക്കാം. കേരള ഗവൺമെന്റിന്റെ അവരോടുള്ള സഹായത്തിനായിട്ടുള്ള അഭ്യർത്ഥനകളും അതിന് നമ്മുടേതായ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന, പ്രകൃതി ദുരന്തവുമായി വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഈ തവണ സ്മരിച്ചുകൊണ്ട് ഒരു 30 സെക്കൻഡ് നേരം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ പ്രിയരെ, ഏതാനും നിമിഷങ്ങൾ നമുക്ക് അവരെ സ്മരിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ. പ്രകൃതി ദുരന്തം ഏത് നിമിഷവും ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരമാവധി നമ്മുടെ സഹകരണവും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ദുരന്തത്തിൽ പെട്ടവരോടും അതിൻ്റെ കെടുതി അനുഭവിക്കുന്നവരോടും നമ്മൾ കാണിക്കണം. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതൊരു വട്ടം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോളി തോമസ് അച്ഛനെയാണ്. ജോളി തോമസ് അച്ഛനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ താല്പര്യമായിരുന്നു. സംഗീതം അറിയാവുന്ന ഒരു പട്ടക്കാരൻ നമ്മുടെ ഈ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമില് മോഡറേറ്ററായിട്ട് ഇരിക്കുന്നത് വലിയ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഞാൻ അതിനു വേണ്ടി അച്ഛനുമായിട്ട് ബന്ധപ്പെടുകയും അച്ഛന് നല്ല തിരക്കുണ്ടായിട്ട് പോലും ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാവുന്ന നമ്മുടെ റിക്വസ്റ്റ് മാനിച്ചാണ് അച്ഛൻ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. അതുകൂടാതെ ഒരു കാരണം, ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായ മാത്യു നൈനാൻ കെ പുന്നവേദിയുടെ ായിട്ട് അച്ഛൻ അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദ്യമായ ഒരു ഗാനം മാരാവൺ കൺവെൻഷനിൽ വരുമ്പോൾ അവര് സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിൽ ജോളി തോമസ് അച്ഛൻ ഉണ്ടായിരുന്നു. അത് അച്ഛനും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവര് അച്ഛനൊക്കെ കൂടി സെലക്ട് ചെയ്ത ഒരാൾ ഇത്രയും ഔന്നത്യത്തിലേക്ക് എത്തിയത് വലിയൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വർത്തമാന സഭയില് അനവധി പക്ഷക്കാരെന്റെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു പ്രത്യേക സ്നേഹം എന്നും ജോളി തോമസ് അച്ഛനോട് ഞാൻ കാണിക്കുന്നുണ്ട്. അച്ഛൻ യുവജന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, മൊത്തമായ യുവജന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അന്നൊക്കെ യുവജന സഖ്യം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതുകൂടാതെ അച്ഛൻ സഭയുടെ വ്യത്യസ്തമായ രംഗങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. അച്ഛനെ സംഗീതത്തിൽ നല്ല പ്രാവീണ്യമുണ്ട്. അത് കലാപരമായ കഴിവുള്ള ഒരു പട്ടക്കാരനാണ്. അച്ഛനും കുടുംബവുമായിട്ട്, പ്രത്യേകിച്ച് കൊച്ചമ്മയായിട്ടൊക്കെ ഞങ്ങൾ വലിയ സ്നേഹബന്ധത്തിലാണ്. പ്രത്യേകിച്ച് മുംബൈ ഡയോസിസിലുണ്ടായിരുന്ന വെസ്റ്റേൺ ഇന്ത്യ യൂത്ത് കോൺഫറൻസിൽ 2 ടേമില് അച്ഛൻ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായിട്ട് ആ കോൺഫറൻസ് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു.
അതിലൊക്കെ ഞങ്ങളുടെ വലിയൊരു കൂട്ടായ്മയുടെ വിജയം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ചിലരൊക്കെ പറയും അച്ഛനും വിൽസനും ഭയങ്കര കെമിസ്ട്രി ആണെന്ന് പറയും. ഏതായാലും കൊള്ളാം, ഇന്നത്തെ ഈ യോഗത്തിൽ ഞാൻ യോഗത്തിന്റെ ടൈം പരിധി കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അച്ഛനെ ഹാർദമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ അച്ഛന് ഈ യോഗം മോഡറേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വിൽസൺ. വിൽസൺ പ്രാരംഭമായി സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ മുഖ്യ പ്രഭാഷകനെ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മുഖ്യ താല്പര്യം. നമ്മുടെ പല മീറ്റിങ്ങുകളിലും അത്ര മുഖ്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സംഭവിക്കുന്നതുകൊണ്ട് ഒടുവിൽ മുഖ്യം വരുമ്പോഴത്തേക്ക് അത് മുഖ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോകും. അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. വിൽസൺ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്തു. നന്ദി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനും ഇതിൻ്റെ ആമുഖ വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. ഞാനിന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്കുള്ള ഒരു പ്രധാന സന്തോഷത്തിന്റെ കാരണം വിൽസൺ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള ശ്രീ നൈനാൻ ആണ് എന്നുള്ളത്. ഞങ്ങള് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 81-ലോ 82-ലോ മറ്റോ ആണ് ആദ്യമായി മാരാമൺ കൺവെൻഷനിൽ വരുന്നത്. 80 മുതൽ 84 വർഷം വരെയുള്ള 4 വർഷങ്ങൾ ഞാൻ തുടർച്ചയായി മാരാമൺ കൺവെൻഷന്റെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അതിന്റെ ഗാന കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം വരുന്നത്. അതുപോലെ വളരെ പ്രചാരം പിന്നീട് സിദ്ധിച്ച ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള ചാൾസ് ജോണിന്റെ പാട്ടുമൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിൽ. നൈനാനുമായി തുടർന്ന് ഈ ദീർഘകാലം സജീവമായൊരു ബന്ധം വ്യക്തിപരമായി പുലർത്തിയെന്നൊന്നും എനിക്ക് അവകാശപ്പെടാനായിട്ടാവില്ല. എങ്കിലും ഞങ്ങള് മനസ്സിൽ ഇരുവരും ഓർമ്മകൾ സജീവമായി അന്യോന്യം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ 68 പാട്ടുകൾ മാരാമൺ കൺവെൻഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നാണ് ഇതിനോട് ചേർന്നുള്ള കുറിപ്പിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രത്തോളം ഗാനങ്ങൾ ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ ഗാനങ്ങൾ മാരാമൺ കൺവെൻഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഇല്ല എന്നാണ് എൻ്റെ വിചാരം. അതൊരു വലിയ നേട്ടം തന്നെയാണ്. നേട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തോടുകൂടി അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല. അത്രത്തോളം വലിയ സാധ്യതകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോൾ അതിന് ആവശ്യമായിരുന്ന ഉചിതമായ അംഗീകാരം ലഭിച്ചു എന്നുമാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നൈനാനെ അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിലൂടെ ദൈവം ക്രൈസ്തവ ലോകത്തിന് പകർന്നു കൊടുത്ത 68 ഗാനങ്ങൾ മാരാമൺ കൺവെൻഷൻ അല്ലാതെ 300ഓളം ഗാനങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു വലിയ സംഗതിയാണ്. ദൈവം അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചായിട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് നൈനാനെ ഉപയോഗിച്ച് ദൈവത്തിന് സ്തോത്രം. ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്ത നൈനാനെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കും. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് ഒരു വിശകലനം ചെയ്യാനോ വിശദമായ പഠനം നിർവഹിക്കാനുള്ള അവസരം അല്ലല്ലോ ഇത്. അതിനൊന്നും ഞാൻ ഒരുമ്പെടുന്നില്ല. മാത്യു ഡാനിയൽ അച്ഛൻ്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, ദുഃഖത്തിന്റെ ഗദ്ഗതവും പ്രത്യാശയുടെ ആനന്ദവും എന്ന പേരിൽ. അച്ഛൻ ക്രൈസ്തവ ഭക്തി രംഗത്തുള്ള സംഗീതത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും ഗാനരചയിതാക്കളെ കുറിച്ചും ഒക്കെ ഉള്ളൊരു പഠനമാണ് ആ പുസ്തകത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. അതിൽ നൈനാൻ പുന്നവേലിയെ പ്രത്യേകമായിട്ട് അച്ഛൻ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ നൈനാൻ നൈനാന്റെ പാട്ടുകളെ കുറിച്ചും ചില പാട്ടുകളെ കുറിച്ച് എടുത്തും മാത്യു ഡാനിയൽ അച്ഛൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വളരെ അസാധാരണമായ ഒരു ദൈവശാസ്ത്രം ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരും കണ്ടിട്ടില്ലാത്ത, ആരും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവശാസ്ത്രത്തിന്റെ വലിയൊരു തിരത്തള്ളലൊന്നും അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ സാമാന്യ മനുഷ്യ മനസ്സുകളെ സ്പർശിക്കത്തക്ക വിധത്തിലും സാമാന്യ ജീവിത അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതുമായിട്ടുള്ള വരികളാണ് നൈനാന്റെ പാട്ടുകൾ പൊതുവെ. അതിനകത്ത് ഈ പറഞ്ഞ പുസ്തകത്തിൽ
ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വായിച്ചു. പുസ്തകം നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് യാഹ് നല്ല ഇടയിൽ നിന്നുള്ള നേനേന്റെ പാട്ടിനെ കുറിച്ച് അച്ഛൻ പറയുന്നൊരു വാചകം ഒരു സങ്കീർത്തനം പോലെ അതിന്റെ മധുരമനോഹരമായിട്ടുള്ള ആവിഷ്കാരം ആ പാട്ടിൽ കാണപ്പെടുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്. ഒട്ടുമിക്ക പാട്ടുകളും വളരെ മനോഹരമാണ്. എന്നാൽ ചില പാട്ടുകൾ വളരെ വളരെ അധികം മനുഷ്യ മനസ്സിലെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. വ്യക്തിപരമായി ഇപ്പോൾ മോട്ടി കുടുംബം പാടിയ ആ പാട്ട് അത്ര ക്ലിയർ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു നന്ദിയാൽ എന്നുള്ള പാട്ടല്ലേ അവർ പാടിയത്. ആ പാട്ട് നൈനാന്റെ പാട്ടാണ്. അത് ഞാൻ വ്യക്തിപരമായി വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരു പാട്ട് പാടേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പാടുന്നതുമായിട്ടുള്ള പാട്ട്. അങ്ങനെ തൻ്റെ പാട്ടുകളിലൂടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന നൈനാന് അഭിവാദ്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ മതങ്ങളിലും ഭക്തിയും സംഗീതവും വേർതിരിക്കാനാവാത്തതായിട്ട് രണ്ട് കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഭക്തിയെ ഊട്ടി ഉറപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള സംഗീതമാണ് ഏത് മതത്തിലും, ഏത് ഭക്തിയുടെ ഭാവത്തിൽ. ക്രൈസ്തവ ഭക്തിയുടെ മേഖലയിൽ നല്ല ഗാനങ്ങൾ നൽകി മനുഷ്യരുടെ ഭക്തിയെ ഉറപ്പിക്കുന്നു, വളർത്തുന്നു, മുൻപോട്ട് നടത്തുന്നു. ശ്രീ നൈനാനെ ദൈവം അനുഗ്രഹിച്ച് ഇനിയും അതിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് ശ്രീ നൈനാനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നതിനും ഇതിൻ്റെ നന്മ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നതിനും ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ നൈനാൻ പുന്നവലി. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആദ്യത്തെ ഗാനം സെലക്ട് ചെയ്യാനായിട്ട് ദൈവം നിയോഗിച്ച പ്രിയപ്പെട്ട ജോളി തോമസ് അച്ഛനെ ഞാൻ മാറി നിന്ന് വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. യുവജന സംഘത്തിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ അച്ഛന്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും ഞാൻ ഏറെ ബഹുമാനിക്കുന്നതിൽ ഒരച്ഛനാണ് പ്രിയപ്പെട്ട ജോളി തോമസ് അച്ഛൻ. അച്ഛന്റെ സ്നേഹോഷ്മളമായ വാക്കുകൾക്ക് നന്ദി. പ്രിയപ്പെട്ട വിൽസൺ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഒരു പാട്ടെഴുത്തുകാരനാണ്, ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാനുണ്ടായത്. എന്നാൽ എനിക്കുള്ളൊരു പരിമിതി, എനിക്ക് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഈ കമ്പ്യൂട്ടർ വഴി ഇതിന്റെ ഓർഗന്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് മനോഹരമായിട്ട് പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നടന്നിട്ടില്ല. ഒരുപാട് സൂം പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. ചിലതൊക്കെ ഞാനിങ്ങനെ വെളിയിൽ നിന്ന് അതിനുള്ള സിസ്റ്റമൊക്കെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിന് സാവകാശം കിട്ടിയില്ല. എൻ്റെ സിസ്റ്റത്തിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ദൈവനാമം എല്ലാവരുടെ മഹത്വപ്പെട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ അല്പസമയം എൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടി കർത്താവ് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ചില ഗാനങ്ങൾ, അത് ഒരുപാട് തവണ ഞാൻ പല ചാനലുകളിൽ കൂടി പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വിരസതയോ ആവർത്തന വിരസതയോ എല്ലാം തോന്നിയാൽ ക്ഷമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആദ്യമേ തന്നെ ഓർപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ. 28-ാം സങ്കീർത്തനത്തില് എൻ്റെ 7-ാമത്തെ വാക്യത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയം ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കന്മാരും എൻ്റെ ഭവനത്തിലുള്ളവരും എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരും എൻ്റെ പള്ളിയിലെ അച്ഛന്മാരും ഞാൻ ജനിച്ചു വളർന്ന സമൂഹത്തിലെ ആത്മീയ സന്തോഷങ്ങളൊക്കെ എന്നെ ആത്മീയമായിട്ട് ഒത്തിരി ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പാട്ടെഴുത്തുകാരനായെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സ്നേഹവും അവരിൽ ലഭിച്ച പ്രചോദനങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ നന്ദിപൂർവ്വം ഓർക്കുന്നു.
എന്നെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. മാരാമൺ കൺവെൻഷനില് ഇത്രയും ഗാനങ്ങൾ വന്നപ്പോൾ അന്ന് സെലക്ട് ചെയ്ത ഓരോരുത്തരും എന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരം സഹായിക്കും. ഞാൻ അറിഞ്ഞോ അവരും അറിഞ്ഞോ അല്ല, അത് അങ്ങനെ സംഭവിച്ചു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാറാകട്ടെ. ഞാന് ഒരു വലിയ സംഗീത കുടുംബത്തിൽ ജനിച്ച ആളൊന്നുമല്ല. ഒരു പാവപ്പെട്ട ഭവനത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ മാതാപിതാക്കന്മാർ നന്നായി പാടുന്നവരാണ്. വീട്ടിലെ പാട്ടുകൾ, ഒരു കർത്താവിന്റെ പാട്ടുകൾ വൈകിട്ട് പാട്ട് പാടി. എൻ്റെ അമ്മയെ നന്നായി പാടും, അച്ചായനും നന്നായി പാടും. എൻ്റെ പാപ്പന്മാരൊക്കെ നല്ലതായിട്ട് പാടുമായിരുന്നു. ഇപ്പൊ ചെറുപ്പത്തിൽ ഒരുമിച്ചിരുന്ന് പാട്ട് പാടി സന്തോഷിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് പാട്ട് എഴുതാൻ സാധിക്കും എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ചില ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലാണ്. ഞാൻ സങ്കീർത്തനമൊക്കെ വായിക്കും, വേദപുസ്തകം വായിക്കും, സൺഡേ സ്കൂളിൽ പോകും, പള്ളിയിൽ പോകും. പ്രത്യേകിച്ച് എൻ്റെ വല്യപ്പച്ചൻ വെളുപ്പിനെ എഴുന്നേറ്റ് 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്കുള്ള സമയത്ത് ഏറെ നേരം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ ദൈവ കൃപയും ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. 1981-82 കാലഘട്ടത്തിൽ, എനിക്കൊന്ന് 81-ലാണ് സംഭവിച്ചെന്ന് തോന്നുന്നു. ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ പഠിക്കുന്ന കോഴ്സിന് മാസം 35 രൂപ ഫീസായിരുന്നു. 2 മാസത്തെ പൈസ അതിന്റെ ഫീസ് മുടങ്ങി. എന്റെ പിതാവ് കടത്തിന്റെ പ്രയാസങ്ങളൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു. എന്റെ വല്യപ്പച്ചൻ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച വല്യപ്പച്ചൻ വളരെ അത്യാസന്ന നിലയിൽ രോഗിയായി വീട്ടിൽ കഴിയുന്നു. ആ സമയത്ത് ബുദ്ധിമുട്ടും ഭാരമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ പിതാവിനോട് ഈ സ്കൂളിൽ കൊടുക്കാനുള്ള കുടിശ്ശിക വന്ന ഫീസിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി ഒന്നും പറയാതെ നിരാശപ്പെട്ട കിണറിന്റെ പാലത്തടിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച എന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. എനിക്ക് വളരെ വേദന തോന്നി. ഞാൻ അല്പ കുരുമുളക് പറിക്കാനായിട്ട് കുരുമുളകുകളുടെ മുകളിൽ നിന്ന് കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് വാവിട്ട് ചോദിച്ചു, കർത്താവേ, എന്നെന്റെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറും. കർത്താവേ, എന്നെ ഒരു വലിയ ധനവാനൊന്നും ആക്കണ്ട. എനിക്കെന്നും നിന്റെ കൃപ വേണം. എനിക്ക് എന്നും നിന്നോട് പ്രാർത്ഥിപ്പാനും നിന്റെ സന്നിധിയിൽ വരുവാനും ഒരു അഹങ്കാരിയായി തീരുവാനായിട്ട് വലിയൊരു ധനവാനാകാൻ സാധ്യം ആകരുതേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് വലിയ യാതന ഉണ്ടായിട്ട്, ഭാരവും പ്രയാസവും കഷ്ടതകളും ഉണ്ടായിട്ട് നീ എനിക്ക് അന്യനെന്ന് പറയുവാനും ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിച്ചു. നിന്നിൽ നിന്ന് അകന്നു പോകുവാനും എനിക്ക് ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥനയ്ക്കിടയിൽ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാനപ്പോൾ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്ന് ഒരു സംഗീതം കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈണത്തിലങ്ങ് പാടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സംഗീതമൊന്നും അറിയില്ല. ഈണത്തിലങ്ങ് പാടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടെന്ന് എനിക്ക് തോന്നി. അതുപോലുള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് കൊച്ചിനുപദേശികൾക്ക് കർത്താവ് പാട്ട് കൊടുത്തെന്ന് മനസ്സിലായി. അപ്പൊ ഇറങ്ങി വന്ന് ആവേശത്തോടെ ഒരു പെൻസിലെടുത്ത് ഒരു പേപ്പറിനകത്ത് ഞാൻ എഴുതി വെച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. ആ പാട്ട് ഞാൻ ഇങ്ങനെയാണ് പാടുന്നത്. ഓർഗൻ കേൾക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടായാലും ഞാനത് ഒന്ന് പാടുകയാണ്. കേക്കത്തില്ല സാറേ, പാടുന്ന കേക്കത്തില്ല. മൈക്ക് ഒന്നോട് അടുപ്പിച്ച് വെച്ചു ഒട്ടും കേൾക്കുന്നില്ല. പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ട്. എന്നാ ഇന്ന് പറച്ചിലേ നടക്കുകയുള്ളൂ. അഹങ്കരിപ്പാൻ ധനമോ വീണു പോകാൻ യാതനയോ ആകൃതി അത്യുന്നത എന്ന് ഞാൻ ഈണത്തിൽ പാടി. അപ്പോൾ 34-ാം സങ്കീർത്തനം എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ചെറുപ്പത്തിൽ. അതിനകത്ത് ഒരുപാട് നല്ല വാക്യങ്ങളുണ്ട്.
പ്രത്യേകിച്ച് എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു വാക്യമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നിൻമുഖം ദർശിച്ചവരാരും ലജ്ജിതരായി തീർന്നതില്ല എന്ന് ഞാൻ എഴുതി. ഈണത്തിൽ പാടിയ പാട്ട് കേൾക്കുകയല്ലേ? നിൻമുഖം ദർശിപ്പോരാരുമേകം, നിൻമുഖം ദർശിപ്പോരാരുമേ ലജ്ജിതരായി തീരുന്നില്ല. എൻ ദൈവമേ എൻ പാലക ചെയ്ത ആദ്യത്തെ പാട്ട്. ആ പാട്ട് മാരാമൺ കൺവെൻഷന് കൊടുത്തു. മാരാമൺ കൺവെൻഷന് KP ഫിലിപ്പച്ചൻ അന്ന് എനിക്ക് തോന്നുന്നു 79-ലോ 80-ലോ അടൂർ യൂത്ത് സെന്റർ വെച്ച് നടന്ന ഒരു മ്യൂസിക് ക്യാമ്പിൽ ഞങ്ങള് പ്രിയപ്പെട്ട KP ഫിലിപ്പച്ചനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അച്ഛന് ഈ പാട്ട് കേട്ട അച്ഛനോട് പറഞ്ഞു ഇത് മാരാമണ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ആ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് 1982 ആ പാട്ട് വന്നത്. ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാക്കി. ഞാന് മാർത്തോമ സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ അധ്യാപകനായിട്ട് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എന്നോടും ചോദിച്ചു. എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ടിട്ട് കമ്മിറ്റി എന്നോട് പറഞ്ഞു ഈ വർഷം എഴുതി പാട്ട് പാടാൻ പറഞ്ഞു. ഞാനങ്ങനെ ആ പാട്ട് പാടി. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, എനിക്ക് ജോലിയായി. എൻ്റെ ജീവിതത്തിലെ ദൈവം എനിക്ക് വലിയ സഹായം ചെയ്തു. അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങിയത്. പിന്നീട് ജീവിതത്തിൽ ഓരോ പാട്ടുകളും ഞാൻ പറഞ്ഞല്ലോ 300-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതില് നമ്മുടെ മാരാമൺ കൺവെൻഷൻ വന്ന മിക്ക പാട്ടുകളുടെയും പിന്നിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ ഒരു കണിക ഉണ്ടാകും. ഞാൻ പാട്ടിന് വേണ്ടിയിട്ട് പാട്ട് എഴുതാനിരുന്നാൽ എനിക്ക് പാട്ട് കിട്ടത്തില്ല. എന്നാല് മാരാമൺ കൺവെൻഷന്റെ ചില വർഷങ്ങളിൽ പാട്ട് കൊടുക്കാനായിട്ട് ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു പാട്ടും എനിക്ക് കിട്ടാറില്ല. ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആ ആഴ്ചകളിലൊക്കെ ദൈവം എനിക്ക് ഓരോ വിഷയങ്ങൾ തന്ന് പാട്ടുകൾ തരും. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ എഴുതിയ പാട്ട് യാഹ് നല്ലയിട എന്നുള്ള പാട്ടാണ്. ആ പാട്ട് ഞാൻ പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പാട്ട് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ വല്യപ്പച്ചൻ മരിച്ചു പോയ ദുഃഖമൊക്കെ എനിക്കുണ്ട്. എന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച അപ്പച്ചനാണ്. അപ്പോ അപ്പച്ചന്റെ ആ രോഗത്തിന്റെ പ്രയാസത്തിന്റെ ഒക്കെ മധ്യത്തിൽ ഞാൻ ഒരുപാട് തവണ ഞങ്ങളുടെ പള്ളിയുടെ പുന്നവേലി പള്ളിയുടെ കോട്ടഞ്ചേരിയുടെ തണലിലൊക്കെ പോയിരുന്ന് ദൈവത്തോട് വാവിട്ട് ചോദിച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ അന്നേരപ്പൊക്കെ എനിക്ക് വളരെ പ്രത്യാശയും വിശ്വാസവും ഉറപ്പിക്കുന്ന തരത്തിലുള്ള സങ്കീർത്തനങ്ങൾ, ഞാൻ പഠിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഉരുവാകുകയും, ഉദാഹരണത്തിന് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നൊക്കെയുള്ള ആ സങ്കീർത്തനങ്ങളൊക്കെ എനിക്ക് ദൈവത്തിന്റെ മറുപടിയായി തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ധ്യാനാത്മകമായിട്ട് എനിക്ക് ഒരുപാട് പാട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും എന്ന് എഴുതാനായിട്ട് സാധിച്ചു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും ഒത്തിരി സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വഴിതെറ്റി പോകാനായിട്ട് നമുക്കിടയുണ്ട്. ദൈവത്തെ മറക്കുവാൻ നമുക്കിടയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ നമ്മൾ ദൈവത്തെ മറക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ദാരിദ്ര്യവും ഇല്ലായ്മയും ബുദ്ധിമുട്ടും ഒക്കെ തന്നപ്പോൾ അത് തീർച്ചയായിട്ടും ആ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം അത് ഇടയാക്കി തീർന്നു. ദാവീദ് പറഞ്ഞു, കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറെ ഗുണമായി എന്ന്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ ഒരുപാട് ഗാനങ്ങൾ എഴുതുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു ദിവസം ഈ പത്തനംതിട്ട മാർത്തോമ സ്കൂളില് അന്ന് ഞാൻ ബോർഡിങ്ങിന്റെ വാർഡൻ കൂടിയാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ കളിക്കാനായിട്ട് വിട്ടിട്ട് ഞാൻ ആ കോർട്ടിന്റെ സൈഡിലിരുന്ന് അന്തിച്ചമാനം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യാഹ് നല്ലയിട എന്നുള്ള പാട്ട് മനസ്സിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്നെ ദാവീദുമായിട്ടൊന്ന് തുലനം ചെയ്തു. ദാവീദിനെ സ്നേഹിക്കുന്ന പോലെ കർത്താവ് എന്നെ സ്നേഹിച്ചല്ലോ എന്ന് ഞാൻ ഓർത്തു. 23-ാം സങ്കീർത്തനയ്ക്ക് ഞാൻ ആദ്യം എൻ്റെ എല്ലാവരും അങ്ങനെ തന്നെയാവുമല്ലോ, ഏറ്റവും ആദ്യം പഠിച്ചത് 23-ാം സങ്കീർത്തനമാണ്. അപ്പോ 23-ാം സങ്കീർത്തനം എനിക്ക് ഏത് ഉറക്കത്തിലും ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് കാണാപ്പാടം മുഴുവൻ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ വിചാരം. അപ്പോ ആ സങ്കീർത്തനം എന്നെ ഒരുപാട് ആകർഷിച്ചതാണ്.
ദാവീദിനെ സ്നേഹിക്കുന്ന പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ദാവീദ് ഇശായിയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. ഇശായിയുടെ കഴിവുള്ള മക്കളൊക്കെ പട്ടാളക്കാരും മറ്റ് ജോലികളൊക്കെ ഏർപ്പെട്ടവരായിരുന്നു. ശമൂവേൽ പ്രവാചകൻ അവിടെ ഇശായിയുടെ അടുത്ത് ചെന്നപ്പോൾ ദാവീദിനെ മറച്ചാണ് സംസാരിച്ചത്. ബാക്കിയുള്ള മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ആ ഇടയ ചെറുക്കനായിരുന്ന, അല്ലെങ്കിൽ വലിയ കഴിവില്ലായിരുന്ന, അവനെ ഓർക്കാതിരുന്ന അവനെ ദൈവം അവിടെ കൊണ്ടുവന്നു ഉയർപ്പിച്ചു, അവനെ രാജാവാക്കി തീർത്തു. അപ്പോൾ അവൻ ആട്ടിടയനാണ്. അവൻ ഇടയ പാലനത്തിന്റെ സമയത്ത് അവന് കിന്നരമൊക്കെ എടുത്ത് ആ യഹൂദയുടെ മലമ്പ്രദേശത്ത് അവനിന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു, യഹോവയെ സ്തുതിക്കുമായിരുന്നു. അപ്പോ ഞാനും ഓർത്തു, എടാ എനിക്കും കുറെ കുഞ്ഞാടുകളുണ്ടല്ലോ, ബോർഡിങ്ങിൽ കുറെ കുട്ടികളുണ്ട്, അവരെ കുഞ്ഞാടുകളായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാനൊരു ഇടയൻ. അപ്പൊ എനിക്ക് ബോർഡിങ്ങിൽ ഒരു ഹാർമോണിയം ഒക്കെ ഉണ്ട്. ഞാൻ ഹാർമോണിയം ഒക്കെ പഠിച്ച ഒരു സമയമാണ്. അപ്പോ ഞാനിരുന്ന് വല്ലപ്പോഴൊക്കെ എനിക്ക് പാട്ടിങ്ങനെ പാടും, ബോർഡിങ്ങിലെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കും. അപ്പൊ എന്നെ ദാവീദിനെയും കൊണ്ടൊന്ന് ഞാനൊന്ന് കമ്പയർ ചെയ്തപ്പോൾ എന്നെയും ദാരിദ്ര്യത്തിൽ നിന്നും അല്ലെങ്കിൽ എന്റെ ഇല്ലായ്മയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം ഒക്കെ ഉയർത്തിയല്ലോ. പച്ചയായ പുൽപ്പറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എനിക്ക് ബോർഡിങ്ങില് ആഹാരമുണ്ട്, താമസമുണ്ട്, യാത്ര ചെയ്യേണ്ട, സ്കൂളിൽ തന്നെ താമസിച്ച് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോ ഇതൊക്കെ ദൈവം എന്നെ നടത്തിയ പച്ചയായ പുൽപ്പറങ്ങളുടെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കുള്ള അനുഭവങ്ങളുടെ ഒരു അനുഭവമായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ അറിയാണ്ട് അങ്ങ് പാടി, യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമായ നദിക്കരികിലും, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമായ നദിക്കരികിലും ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടന്നേശു നായകൻ. ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടന്നേശു നായകൻ. ഇതായിരുന്നു ആ പാട്ട്. അത് 1986 മാരാമണ്ണ് വന്നു. അത് അനേകർ പാടുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് ആ പാട്ട് ഒരുപാട് അനുഗ്രഹം ആയിട്ടുണ്ട് എന്ന് എന്നോട് പറയുന്നത് കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കർത്താവ് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി. ഞാൻ എന്നും കർത്താവിന്റെ സങ്കീർത്തനം വായിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും എൻ്റെ ഭവനത്തിലെ ആവശ്യങ്ങൾ. എനിക്കാണെങ്കിൽ 4 സഹോദരിമാരാണ്. എൻ്റെ മാതാവും പിതാവും പാവപ്പെട്ടവരാണ്. അപ്പോ നല്ലൊരു വീടില്ല. ഈ ഒക്കെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കർത്താവെ എനിക്ക് എങ്ങനെ എൻ്റെ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരുപാട് വേദന എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് ഭാരങ്ങൾക്കും എനിക്ക് കല്യാണം പല ആലോചനകളും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം ഒരു ഞങ്ങളുടെ മാനേജ്മെന്റിൽ തന്നെ ജോലി ഉണ്ടായിരുന്ന ഒരു ടീച്ചറിന്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. അവരുടെ യൂത്തിലെ കൊയറിലൊക്കെ പഠിപ്പിച്ചു. അപ്പൊ അവരുമായിട്ട് നല്ല പരിചയമായി. അപ്പൊ അവരെന്നെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആങ്ങള എന്നെ വന്ന് വിളിച്ചു പറഞ്ഞു, സാറേ അടുത്ത ഞായറാഴ്ച വൈകിട്ട് സാറ് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം? നമുക്ക് പെങ്ങളെ ഒന്ന് കാണാനൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഞായറാഴ്ച പോകാനായിട്ടൊക്കെ മാനസികമായിട്ട് തയ്യാറെടുത്തു. പക്ഷേ ശനിയാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ തൽക്കാലം അങ്ങോട്ട് വരണ്ട, ഞങ്ങള് അന്ന് ബിസിയാന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാരും ചിന്തിക്കുമ്പോ എനിക്ക് 4 പെങ്ങന്മാരുണ്ട്, വീട്ടിൽ വലിയ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് എന്നൊക്കെ അവർ വിഷമിക്കാറ് സ്വാഭാവികമാണ്, ആരുടെയും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഞാൻ എന്നെ തന്നെ ഒരുപാട് ചിന്തിക്കാൻ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ വലിയ ഭാരക്കാരനാണോ? അപ്പൊ എന്നോട് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിന്റെ ഭാരം എന്നെ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ ഭാരമെല്ലാം ഞാൻ കാൽവറി ക്രൂശിൽ ഞാൻ എടുത്തില്ലേ, ചുമന്നില്ലേ?
ഇനി നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത്. എന്നാലും നമ്മൾ ഭാരപ്പെടും, എന്നാലും നമ്മൾ പെറുപെറുക്കും. അപ്പോ എനിക്ക് ധൈര്യം ഉണ്ടായി, എനിക്ക് വലിയ സന്തോഷം തോന്നി. എടാ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗം തുറന്നെങ്കിൽ ചാരേ വന്നല്ലോ എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർത്തു. അന്നെങ്ങനെയാണ് സ്വർഗം തുറന്ന് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല സാറേ, കേൾക്കുന്നില്ല. കുറച്ചുകൂടെ മുകളിലത്തെ മൈക്ക് ഒന്ന് താത്ത് വെച്ച് മുഖത്തോട് ഒന്ന് അടുപ്പിച്ച് വെച്ച് പാടാമെങ്കിൽ കുറെ കൂടെ കേൾക്കാമെന്ന് തോന്നുന്നു. സ്വർഗം തുറന്നൻ സ്നേഹസ്വരൂപനേ. കേട്ടോ? കേൾക്കാം, ഇച്ചിരി വോളിയം കൂട്ടിയാൽ മതി. സ്വർഗം തുറന്നൻ ചാരേയണ സ്നേഹസ്വരൂപനേ. ജീവിതയാത്രയിൽ ക്ഷമിക്കണം, സാറിന്റെ ആ മൈക്ക് ഒരു ഇഞ്ചൂടെ മുകളിലോട്ട് ഉയർത്തണം, മുകളിലത്തെ. അത് പാടുമ്പോൾ സാറിന് അത് അത്രയും വേണ്ട, സ്വല്പം ഒന്ന് താത്താൽ മതി, സ്വല്പം. ആ പൊസിഷൻ ഇന്ന് പാടാമെങ്കിൽ നല്ലപോലെ കേൾക്കാം. അങ്ങനെയാണ് എനിക്ക് ആ പാട്ട് എഴുതാനായിട്ട് സാധിച്ചത്. ആ പാട്ട് 1986 പ്രസിദ്ധി മാരാമൺ കൺവെൻഷൻ വന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വഴിത്തിരിവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ക്രിസോസ്റ്റം തിരുമേനി ഞങ്ങളുടെ സ്കൂളിൽ വന്നു, പത്തനംതിട്ട സ്കൂളിൽ. അപ്പൊ അദ്ദേഹം ഓഫീസിൽ വന്നിരുന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബോർഡിങ്ങിലെ ഡോർമെട്രി കാണാനായിട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ വാർഡനാണല്ലോ, ഞാൻ ഓടി എന്നെ മുറി ചെന്നെല്ലാം വൃത്തിയാക്കിയിട്ടു. തിരുമേനി അങ്ങോട്ട് വരികയാണല്ലോ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഡോർമെട്രിയിലുണ്ട്. അപ്പൊ ആ സമയത്ത് തിരുമേനി അവിടെ വന്നു. തിരുമേനി വന്നപ്പോൾ ഒരു CM ജോൺ സാർ, ചാത്തമ്മയിലെ CM ജോൺ സാർ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ, അദ്ദേഹം അവിടെ വന്നപ്പോൾ, അപ്പൊ ഞാന് ഒരുപാട് തവണ തിരുമേനിയുടെ ശുശ്രൂഷകളിലൊക്കെ നേരത്തെ തന്നെ സ്കൂളിലൊക്കെ വരുമ്പോൾ പാട്ട് പാടുകയും ഓർഗൻ വായിക്കുക, ഹാർമോണിയം വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന തിരുമേനി കണ്ടിട്ടുണ്ട്. എന്നാൽ വലിയ വ്യക്തിപരമായിട്ട് പരിചയമൊന്നും ഇല്ലായിരുന്നു. അവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ, തിരുമേനി റൂമിലോട്ട് വന്നപ്പം സാറ് പരിചയപ്പെടുത്തി. സാറേ, തിരുമേനി ഇതാരെന്നറിയാമോ? ഇതാണ് സ്വർഗം തുറന്നൻ ചാരയണഞ്ഞ എന്നുള്ള പാട്ട് എഴുതിയ ആളെന്ന് പറഞ്ഞു. ഉടനെ തിരുമേനി എന്റെ മുഖത്തോട്ടം ചോദിച്ചിട്ട് പറഞ്ഞു, ഈ സാറാണോ സ്വർഗം തുറക്കുന്ന സാറ് എന്നൊരു ചോദ്യം. എന്നിട്ട് അപ്പം സാറും എല്ലാവരും ചിരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, മാരാമൺ കൺവെൻഷന്റെ പാട്ട് തിരുമേനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്നോട് വലിയ സന്തോഷമായിട്ട് തിരുമേനി അവിടുന്ന് പോവുകയും ചെയ്തു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് DSMൽ നിന്നൊരു ലെറ്റർ വന്നു. എന്നെ DSMന്റെ മാനേജിങ് കമ്മിറ്റിയിലോട്ട് തിരഞ്ഞെടുത്തു, അല്ലെ സെലക്ട് ചെയ്തു, നോമിനേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയാണ് ആദ്യമായിട്ട് എന്നെ നമ്മുടെ DSM മാനസികയുടെ മാനേജിങ് കമ്മിറ്റി മെമ്പറായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോ KP ഫിലിപ്പച്ചന് ശേഷം VM മാത്യു അച്ഛനോട് ചേർന്ന് എനിക്ക് പിന്നീട് ഏകദേശം ഒരു 18-19 വർഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും വർഷം DSMനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നത്. എനിക്ക് ഈ രംഗത്ത് കൂടുതൽ താല്പര്യത്തോടും അനുഗ്രഹത്തോടും നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്കിടയാക്കി തന്നു. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. സഭ എന്നെ സ്നേഹിച്ചതും സഭ എനിക്ക് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോ അങ്ങനെയാണ് പാട്ടുകൾ എഴുതി വന്നത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ ഇതുപോലെ ഉണ്ട്. ഒരിക്കല് ഞാൻ എഴുതിയൊരു പാട്ട് പ്രതിസന്ധികളിൽ പ്രത്യാശയറും എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് എഴുതിയപ്പോഴ്
എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ സാധിച്ചത്? ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം അങ്ങ് നിന്നു. ഏതോ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഡി ഓഫീസിൽ വന്ന് രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടു എന്നും പറഞ്ഞ് എൻ്റെ ശമ്പളം 1-2 മാസം തടസ്സപ്പെട്ടു. അപ്പൊ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. കർത്താവ് ഇതെന്തൊരു ഇടപാടാണ്, എനിക്ക് ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഇത് എന്തുവാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പ്രയാസം മാറി. എൻ്റെ ശമ്പളം പുനഃസ്ഥാപിച്ചു. എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അപ്പൊ ആ സമയത്ത് അവിചാരിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ അനുഭവിക്കുവാനും ചിന്തിക്കുവാനും സാധിച്ചു. അടഞ്ഞുകൊണ്ടിരിക്കുന്ന ലോണുകൾ അടയണം, കടങ്ങൾ അടയണം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് പ്രതിസന്ധികളെ പറ്റി ചിന്തിച്ചു. അപ്പോഴാണ് പ്രതിസന്ധികളിൽ പ്രത്യാശയരുളി പ്രതിദിനം വഴി നടത്തും പരമോന്നതനാം പ്രതിസന്ധികളിൽ പ്രത്യാശയരുളി പ്രതിദിനം വഴി നടത്തും പരിപാലകനും പരമോന്നതനും സദനമെത്തുതി. ഇങ്ങനെ എഴുതാനായിട്ട് സാധിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് വരികള്, നല്ല അർത്ഥമുള്ള വരികൾ ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് ആ പാട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു പാട്ട് എഴുതി, ദൈവം താൻ സ്നേഹിക്കും മാനവർക്ക് എഴുതുന്ന നന്മകൾ എത്രമാനം. 1988 ഏപ്രിൽ 11 എൻ്റെ വിവാഹം നടന്നു. ആ വിവാഹത്തിന് ഞാൻ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് കുളിച്ച് ഒരുങ്ങിക്കഴിഞ്ഞ് ഞാൻ അന്ന് 7:40 ആകാശവാണിയുടെ ഭക്തിഗാനമുണ്ട്, ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളവർക്കറിയാം. അപ്പൊ ഞാൻ കുളിച്ചിങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് തിണ്ണലോട്ട് കയറിയപ്പോൾ കൊച്ചു റേഡിയോ ഉണ്ട്. ആ റേഡിയോ ഓൺ ചെയ്തപ്പോഴേ ഈ രാവിലെ പാട്ട് കേൾക്കുകയാണ്. പാട്ടെന്താണ് കേട്ടത്? ദൈവം താൻ സ്നേഹിക്കും മാനവർക്ക് എഴുതുന്ന നന്മകൾ എത്ര പാരം. ആ പാട്ട് എനിക്ക് പാടി നിങ്ങളെ കേൾപ്പിക്കാൻ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് പാടുന്നില്ല. ആ പാട്ട്, അതിനകത്ത് വരികളുണ്ട്, നീതിമാന്മാരുടെ വാസ്തവങ്ങളിൽ സ്വർഗീയ ചൈതന്യം ഏറിടുന്നു, കാനാവിലെ നൽവീഞ്ഞിലും മാധുര്യമായവ നൽകിയിടും താൻ എന്നുള്ളൊരു വരികളുണ്ട്. അപ്പൊ അന്ന് രാവിലെ കല്യാണം നടക്കുകയാണ്. ആ സമയത്താണ് കാനാവിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഗായക സംഘം ആ പാട്ട് പാടുന്നത്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു, എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, അന്ന് നമ്മുടെ യേശു എന്ന അഭയകേന്ദ്രം എന്ന് എഴുതിയ പാട്ട് എഴുതിയ PK സാറിന്റെ മകനെ ഞാൻ ബോർഡിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മകനുമായിട്ട് എന്റെ കല്യാണത്തിന് വന്നപ്പോൾ ഒരു കൊച്ചു ഓർഗനുമായിട്ടാണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, റിസപ്ഷന് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഓർഗൻ വെച്ച മോനും സാറും കൂടെ എന്റെ ഈ പാട്ട് അന്ന് രാവിലെ കല്യാണത്തിന് പാടിന്ന് ഞാനും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. കാരണം അതൊക്കെ ഒരു വലിയ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ദൈവമേ അങ്ങേ സന്നിധി എന്നുള്ള പാട്ട്, ദൈവമേ സന്നിധി ഞങ്ങൾ വന്നണയും നിത്യാമത്തിൽ. ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴും ഇതുപോലെ അനുഭവം ഉണ്ടായി. അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി. ചിന്തിച്ചാല് മല്ലപ്പള്ളി ജംഗ്ഷനിൽ ഞാൻ സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് മല്ലപ്പള്ളി ജംഗ്ഷൻ വലിയൊരു ആൾക്കൂട്ടം കണ്ടു പാലത്തിന്റെ സൈഡിൽ. നോക്കിയപ്പോ എന്താണ്, AK ആന്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം അവിടെ വരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു. ഞാനന്ന് AK ആന്റണിയെ കാണാമെന്നും പറഞ്ഞ് ഒരു സൈഡിലോട്ട് സ്കൂട്ടർ ഒതുക്കി നിർത്തി. അപ്പോൾ മൈക്കിനകത്തൂടെ ഒരു അനൗൺസ്മെന്റ്, ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ആരോട്ടൊരു കുട്ടിയുടെ പേരും പറഞ്ഞു. ആ കുട്ടി വളരെ മനോഹരമായിട്ട് ദൈവമേ അങ്ങേ സന്നിധി എന്നുള്ള പാട്ട് പാടുന്നു. വലിയ സന്തോഷം എനിക്ക് തോന്നി. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എൻ്റെ ജീവിതത്തില് എഴുതിയൊരു എൻ്റെ ഓർമ്മയിലുള്ള ഒരു പാട്ടാണ് കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ള പാട്ട്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനത്തിലെ കഷ്ടതയെ പറ്റി നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ വളരെ സുദീർഘമായിട്ടും ആഴമായിട്ടും കഷ്ടതയുടെ ആഴങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള കഷ്ടതകളെല്ലാം നെടുനേരത്തേക്കുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ കഷ്ടതകൾ സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നു എന്നുള്ള രീതിയിലും അതിന്റെ 2 വശങ്ങളും അദ്ദേഹം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം കഷ്ടങ്ങൾ സ്ഥാനമില്ല എന്നുള്ളൊരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിൽസൺ ചേതനാട് എഴുതി. ആ പാട്ട് വന്നതിന്റെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ
കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നുള്ള പാട്ട് എഴുതി. അത് എഴുതി എന്താന്ന് ചോദിച്ചാൽ അത് ആ പാട്ട് കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ള പാട്ടിന്റെ ഓപ്പോസിറ്റ് അല്ല, അതിന് എതിരായിട്ട് എഴുതുകയല്ല. എന്നോട് ചിലരൊക്കെ ചോദിച്ചു ആ പാട്ടിന് എതിരായിട്ട് എഴുതുക, ഒരിക്കലും അല്ല. ആ പാട്ട് എഴുതാൻ കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, എൻ്റെ ഇളയ പെങ്ങൾ സുനിമോൾ. അവളെ ജന്മനാ തന്നെ അവള് ആരോഗ്യമില്ലാത്തവളായിട്ട് ജനിച്ചു. അവളെ എനിക്ക് തോന്നുന്നു ഒരു 28 വർഷം അവള് രോഗിയാണെങ്കിലും നടക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അവൾ കിടപ്പിലായി. അവൾക്ക് ആർത്രൈറ്റിസിന്റെ അസുഖം ഉണ്ടായി. അവൾ ദാരുണമായിട്ട് വീട്ടിൽ കിടന്നു. ഞാൻ ഒരുപാട് മരുന്നും ഒക്കെ മേടിച്ചു കൊടുത്തുവെങ്കിലും ഫലമില്ലായിരുന്നു. വളരെ പ്രയാസമായിരുന്നു. ഞാൻ ഭവനത്തിൽ വരുമ്പോൾ ഒരു വിലാപത്തിന്റെ വീട് പോലെയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ രാത്രി കിടക്കുന്നത്. വലിയ വേദനയും സങ്കടവും പ്രയാസവും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ഈ കഷ്ടതയെ പറ്റി ഞാൻ ആഴമായിട്ട് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം തികഞ്ഞ് എല്ലാം സന്തോഷമുള്ള ഒരു ജീവിതമല്ല. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കഷ്ടതകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട്. അവർക്ക് ധാരാളം കഷ്ടതകളുണ്ട്. ഒരുപക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇല്ലാത്ത തരത്തിലുള്ള കഷ്ടതകൾ ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കാണാം. എന്നാൽ നമുക്കൊരു പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ കഷ്ടത സഹിപ്പാനുള്ള ദൈവത്തിന്റെ ശക്തി നമുക്ക് ദൈവം തരും. നമ്മളെ ദൈവം അതിന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഏത് ഭാരമുള്ള പ്രയാസങ്ങളും നമുക്ക് അതിജീവിപ്പാനൊക്കെ വേണ്ട സ്വർഗത്തിലെ ദൈവം നമുക്ക് ശക്തി തരുന്നുണ്ട്. അത് നമുക്കെല്ലാം അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ വീട്ടിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്കു സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവസ്നേഹം അറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ചോദനയാ കഷ്ടങ്ങൾക്കു സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ഈ പാട്ട് എഴുതുവാനായിട്ട് അന്ന് എനിക്ക് ദൈവം അവസരം തന്നു. അപ്പോ ജീവിതത്തിൽ ഇതുപോലെ എല്ലാ പാട്ടെഴുത്തുകാർക്കുള്ള നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടല്ലോ. ഇനി നിങ്ങൾ ധാരാളം പാട്ടെഴുത്തുകാരെ പറ്റി നിങ്ങളെ പോലെ കേൾക്കാനിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. എന്നാൽ ഈ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ളതാണ്. നമുക്ക് നിത്യതേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ലെന്ന് എണ്ണാറുള്ള ഒരു മനോഭാവം, മനസ്ഥിതി, ആ ധൈര്യം നമുക്ക് കർത്താവ് തരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ. നമുക്ക് അറിയാം എല്ലാ ദിവസവും നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സൗകര്യമുള്ള ആളുകള് വളരെ സന്തോഷത്തോടെ നടക്കുന്നു, വലിയ വലിയ ഉന്നതമായ കാറിൽ നടക്കുന്നു, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും ഒക്കെ അവരെ അനുഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും അവരോട് പേഴ്സണലായിട്ടും ചോദിച്ചു നോക്കണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. തീർച്ചയായിട്ടും എല്ലാവർക്കും കഷ്ടതയുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം ഓരോ ദിവസവും രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് കഷ്ടങ്ങൾ സ്ഥാനമുണ്ട് എന്നുള്ള പാട്ട് എഴുതുവാനായിട്ട് ഇടയായത്. പിന്നീട് വേറൊരു പാട്ട് എന്റെ ഓർമ്മയിലുള്ളത്, ആശ്വാസദായിക വിശ്വാസദായിക നിന്നിൽ ചാരും വേളയിൽ എന്തോ ഒരു ആനന്ദം എന്തോ ഒരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതാനും കാരണം ചോദിച്ചാൽ ലോകത്തിൽ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ കരുതുന്നുണ്ടെങ്കിലും ചിലരിൽ നിന്നൊക്കെ നമുക്ക് തിക്ത അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ചിലരൊക്കെ നമ്മളെ മറന്നു പോയെന്നിരിക്കാം, അവഗണിച്ചെന്നിരിക്കാം, നമ്മളെ ഒഴിവാക്കിയെന്നിരിക്കാം. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ആ സമയത്തുണ്ടാകും. അപ്പോൾ ആ സമയത്ത് എഴുതുകയാണ്, കണ്ണീർ തൂകുന്ന നേരം പിന്നെ ഹൃദയം തകരുമ്പോ എന്നൊക്കെയുള്ള ആ വരികള് ആ സമയത്ത് എഴുതുകയാണ്. കണ്ണീർ തൂകും നേരത്തിൽ പരം നിരാശ്രയൻ ആകുമ്പോൾ അൻപിൻ ഭുജങ്ങളെ താങ്ങി ആ പാട്ട് അങ്ങനെ എഴുതിയ പാട്ടാണ്. അപ്പൊ അതിനെഴുതാൻ ഒരു കാരണമുണ്ട്. എനിക്ക് ഞാന് ആ സമയങ്ങളില് എനിക്ക് ഒരുപാട് ആശ്വാസദായക വിശ്വാസദായക നിന്നിൽ ചാരും വേളയും എന്തോ ഒരു ആനന്ദവും എഴുതാനായിട്ടൊരു പ്രചോദനം ലഭിച്ചു. മനുഷ്യരിൽ നമ്മളെ ചിലപ്പോൾ ആശ്രയിച്ചാൽ നമുക്ക് ദുഃഖവും നിരാശയും സങ്കടവും വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ നിരാശയും സങ്കടവും ഇല്ല.
കഷ്ടതയായാലും പ്രയാസമായാലും പട്ടിണിയായാലും ദൈവത്തിൽ നമുക്ക് അമിതമായ വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പോലും നമുക്കൊരു സന്തോഷമായിട്ട് മാറാറുണ്ട്. അപ്പൊ ഇത് എഴുതാൻ കാരണം ചെറിയൊരു കാരണമാണ്. ഞാൻ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ട് എഴുതി വരുന്ന സമയത്ത് എൻ്റെ യൗവന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് നമ്മുടെ പിന്നെ മീറ്റിങ്ങുകൾ, യൂത്ത് മീറ്റിങ്ങുകളിൽ, സെന്റർ തലത്തിലും ഭദ്രാസനത്തിലുള്ള യൂത്ത് മീറ്റിങ്ങുകളിൽ എന്നെ പാട്ട് പഠിപ്പിക്കാൻ വിളിക്കും ക്യാമ്പുകൾക്ക്. അത് വലിയൊരു സന്തോഷമുള്ള അനുഭവം. ഞാൻ കീബോർഡൊക്കെ എടുത്ത് അവിടെ പോയി യുവജനങ്ങളെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു അനുഭവമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അതുവരെ എഴുതിയിട്ടുള്ള ഒരു 10-65 പാട്ടുകളോളം ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ടുകളെല്ലാം കൂടെ ചേർത്തൊരു പാട്ട് പുസ്തകം ഇറക്കിയാല് ചിലപ്പോൾ ക്യാമ്പുകൾക്കൊക്കെ തീം സോങ്ങുകളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്തൊരു പാട്ട് പുസ്തകം ഇറക്കിയാൽ അത് ഈ ക്യാമ്പുകൾക്കൊക്കെ നമുക്കത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതി ഞാൻ ഒരു പാട്ട് പുസ്തകമൊക്കെ ഇറക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ എൻ്റെ ഒരു പ്രിയപ്പെട്ട സാറിനോട് പറഞ്ഞു, സാറേ നമ്മുടെ തിരുമേനിയെ കൊണ്ടുവരാൻ ഒരു അവതാരിയോട് എഴുതിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ സാർ ഓർത്ത് ഒത്തിരി പാട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചു കാണും. എൻ്റെ കുറച്ച് പാട്ടേ ഉള്ളൂ. ഞാനത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി എന്നോട് വലിയ ഇഷ്ടമാണ്. എന്നെ വിളിച്ച് ഞങ്ങൾ പാട്ടിന്റെ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ തിരുമേനിയുണ്ട്, തിരുമേനിയുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ DSMന്റെ കമ്മിറ്റിയിൽ തിരുമേനി ആയിരുന്നല്ലോ അന്ന് പ്രസിഡന്റ്. അപ്പൊ അങ്ങനെയൊക്കെ പരിചയമുണ്ട്. ഒരു ദിവസം ഞാൻ തിരുമേനിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഞാൻ പുലാത്തനിൽ ചെന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് എന്നെ സ്വീകരിച്ചു. ഞാൻ അവിടെ ഒരു മുറ്റത്ത് ഒരു സൈഡിൽ ഞങ്ങളുടെ കസറയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സന്ധ്യയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പാട്ടുകളെ പറ്റിയൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് പ്രാർത്ഥനയ്ക്കായി തിരുമെന്നുള്ള പാട്ടൊക്കെ എഴുതാൻ കാരണം തിരുമേനി എന്നോട് പറഞ്ഞു, ഞാൻ PD ജോണിനെ കൊണ്ട് പ്രാർത്ഥനകൾ കേൾക്കണേ പ്രാർത്ഥന എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ പാട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കൊണ്ടൊക്കെ എഴുതിച്ചാണെന്നൊക്കെ തിരുമേനി അന്നോട് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥനയ്ക്കൊക്കെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞതിന്റെ എനിക്കും ഒരു പ്രചോദനം തിരുമേനിയോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങും നടിയ ആ പാട്ട് എഴുതാൻ ഇടയായത് തിരുമേനിയോട് അന്ന് സംസാരിച്ച ഒരു പ്രചോദനമാണ്. അപ്പോ തിരുമേനിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ വന്നത് ഇങ്ങനൊരു പാട്ട് പുസ്തകം ഞാൻ ഇറക്കുന്നുണ്ട്, എനിക്ക് തിരുമേനി ഒരു ആശീർവാദം ഒന്ന് എഴുതി തന്നാല് എനിക്ക് സന്തോഷമാണ്, ഇങ്ങനെ ക്യാമ്പുകളിലൊക്കെ പഠിപ്പിക്കും. അപ്പൊ തിരുമേനി ആ പാട്ട് പുസ്തകം ഒന്ന് നല്ല നോക്കി. ഞാൻ ആ പ്രിന്റ് ചെയ്തുകൊണ്ടാ ചെന്നത്, പുറന്താളൊന്നും പ്രിന്റ് ചെയ്തില്ല. അന്നത്തെ ഈ അച്ച് പ്രസ്സിലാണ്, ഈ അക്ഷരങ്ങളുടെ പെറുക്കി വെക്കുന്ന പ്രസ്സിലാണ് അടിച്ചത്. തിരുമേനി നോക്കിയപ്പോ 10-30 പേജേ ഉള്ളൂ. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, ഇത്രയും ചെറിയ പുസ്തകത്തിലോ മാർത്തോമ മെത്രാപ്പൊലീത്തയോ എന്ന് ചോദിച്ചു. അത് വാസ്തവത്തില് എനിക്ക് അന്ന് എൻ്റെ ആ മനസ്സിന്റെ സങ്കുചിത്വം കൊണ്ടാണ് എനിക്ക് അങ്ങ് വലിയ സങ്കടം തോന്നി. ഇവിടെ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി എടുത്ത് ഞാൻ പാട്ടിന് അവതാരി എഴുതാൻ വന്നപ്പോൾ തിരുമേനിയുടെ കുഞ്ഞാടല്ലേ ഞാൻ പാട്ട് എഴുതുന്ന ആളല്ലേ, ഞാൻ സിനിമാ പാട്ട് എഴുതുന്ന ആളല്ലല്ലോ, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് ഞാനൊന്നിങ്ങനെ ചിന്തിച്ചു. എനിക്ക് അപ്പൊ തിരുമേനി പ്രാർത്ഥിച്ചു, എന്നോട് പറഞ്ഞു ഒരുപാട് പാട്ടൊക്കെ എഴുതുന്ന നമുക്ക് ചെയ്യാവുന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് സന്തോഷമായിരുന്നു. എന്നാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ എനിക്ക് ആ പുലാത്തിന്റെ ഗേറ്റിന്റെ ഒക്കെ അവിടെ വന്നപ്പോൾ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തായാലും ഞാൻ നിരാശപ്പെട്ടു, നാണം കിട്ടുപോയല്ലോ എന്നുള്ളൊരു പ്രയാസമൊക്കെ എനിക്കുണ്ടായി. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, നമ്മുടെ മനസ്സ് ഉടനെ നമ്മളെ തെറ്റായ വഴിയിൽ കൂടെ നമ്മുടെ മനസ്സ് ചിന്തിക്കുമല്ലോ. ഞാൻ ചിന്തിച്ചു, ഞാനിപ്പം ബെനഡിക്ട് തിരുമേനി, അതായത് തിരുവനന്തപുരത്തെ നമ്മുടെ മലങ്കര കാത്തലിക് സഭയുടെ ആർച്ച് ബിഷപ്പ് തിരുമേനി എടുത്ത്, തിരുമേനി ഞാൻ കണ്ടിട്ടുണ്ട്. തിരുമേനി വളരെ സിമ്പിളാണ്, നമ്മുടെ തിരുമേനി സിമ്പിളാണ്, ഒത്തിരി ലാളിത്യമുള്ള ആളാണ്. അപ്പം തിരുമേനി പക്ഷേ എനിക്ക് എഴുതി തരുമായിരിക്കും. ഞാൻ എന്നിട്ട് ഒരു കോപ്പി മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് അയച്ചു കൊടുക്കും. കുഞ്ഞാടുകളെ സ്നേഹിക്കുന്ന അല്ലെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടയന്മാരും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ സ്കൂളിൽ വന്ന് ജോർജ് ഫിലിപ്പ് സാറിനോട് പറഞ്ഞു, എന്റെ വലിയൊരു സ്നേഹിതനും സഹപ്രവർത്തനും എന്റെ ഗുരുതുല്യം ഞാൻ സ്നേഹിക്കുന്ന ആളെ ജോർജ് ഫിലിപ്പ് സാറിനോട് പറഞ്ഞു. സാറാ എന്നെ അങ്ങോട്ട് വിട്ടത്, തിരുവേനടുത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സാറിനപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ പോയി മറ്റേ തിരുമേനിയെ കണ്ട് എഴുതിച്ചിട്ട് തിരുമേനിക്ക് വേണ്ടി പാട്ട് പുസ്തകം അയച്ചു കൊടുക്കാൻ പോകും. ഇത് അങ്ങനെ ചെയ്യണ്ട, അത് നമ്മുടെ തിരുമേനിയിലെന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, അതങ്ങ് വീക്ഷിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജുവഞ്ചേരി അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയായിരുന്നു. അച്ഛനോട് ഞാനിത് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനെ ചെന്ന് നമ്മുടെ സക്രിയാസ് തിരുമേനിയോട് ഈ വിഷയം പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, സക്കറിയാസ് തിരുമേനി അന്വേഷിക്കുന്ന അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കോട്ടയം അരമനയിൽ ചെന്നു. ഈ പാട്ടുപുസ്തകം കൊണ്ടാണ് ചെന്നത്. ചെന്നേച്ച് തിരുമേനി എല്ലാം കണ്ടേച്ച് നേരെ മേളിലോട്ട് പോയിട്ട് സുന്ദരമായ ഒരു അവതാരി എഴുതി എനിക്ക് തന്നു. എനിക്കത് വലിയൊരു സന്തോഷം, വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം ഒരു ഭാഗത്ത് എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ അത് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഞാൻ തെറ്റിദ്ധരിച്ചാണ്. കാരണം അദ്ദേഹം എത്ര ലാളിത്യമുള്ള മനുഷ്യൻ. എനിക്ക് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാണ് അന്നും ഇന്നും. ആണ് അത്ര ഒരു തിരുമേനിയാകാൻ ഏറ്റവും ഉചിതനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി. എനിക്ക് ആ തിരുമേനിയോട് ഒരു ചപങ്ങും പ്രയാസമില്ല. അന്നത്തെ എൻ്റെ ബലഹീനമായ മനസ്സ് എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചാണ് ഞാൻ തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ആ സമയത്താണ് എനിക്ക് ആശ്വാസദായക വിശ്വാസനായക നിന്നിൽ ചാരി വേള എന്തോരാനന്ദം നിന്നിൽ ചാരി വേള എന്തോരാശ്വാസം. എന്റെ ആ ദുഃഖം മാറി കർത്താവിൽ ചാരിയപ്പോൾ എനിക്ക് എല്ലാത്തിനും പോകുമ്പോഴുണ്ടാക്കി തന്നു സക്കറിയാസ് തിരുമേനി. എനിക്ക് അതിന്റെ ആ സങ്കടം എനിക്ക് നാണംകേടം ഒഴിവാക്കി കിട്ടി. ഞാൻ പിന്നെ ആ പാട്ടുപുസ്തകം റൺ ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ക്യാമ്പുകളിലൊക്കെ ഞാൻ ആ പാട്ടുപുസ്തകം കൊണ്ട് പോയി. ആ പാട്ടുപുസ്തകത്തിന്റെ ഒരു കോപ്പി ഇന്നും എൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് എനിക്ക് ആ ഗാനം കിട്ടിയത്. അങ്ങനെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളെ നിരാശപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതുമായിട്ടുള്ള അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് കലങ്ങേണ്ട മനമേ കരുതുവാൻ നിനക്കായെന്നുള്ള പാട്ട്. ഈ പാട്ട് എഴുതുന്നത് കലങ്ങേണ്ട മനമേ കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുണ്ട് വിശ്വാസപ്പടകിൽ വേണ്ടിയും. ഈ പാട്ട് തുടക്കം ഇടുന്നത് രാത്രി 2 മണിക്ക് ശേഷമാണ്. എൻ്റെ സ്കൂളില് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്നെ തെറ്റിദ്ധരിച്ച് എൻ്റെ മേലധികാരി ഒരു ലെറ്റർ ഗവേണിംഗ് ബോഡിക്ക് അയക്കുകയും എനിക്കെതിരെ ആക്ഷൻ എടുക്കുകയും അങ്ങനെ തീരുമാനമായപ്പോൾ ഒരു കമ്മീഷനെ വെച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഒത്തിരി നിരാശനായിരുന്നു. ഞാൻ തെറ്റുകാരനല്ലെന്ന് എനിക്കും അറിയാം, എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയത്ത് ഞാൻ കമ്മീഷൻ വരുന്നതിന് തലേദിവസം രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റ് എൻ്റെ മുറിയിൽ പോയിരുന്നു. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ദൈവം തന്ന വരികളാണ്. കലങ്ങേണ്ട മനമേ കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുണ്ട് വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിയും ഒഴുക്കുകൾക്കെതിരെ തുഴഞ്ഞിടുമ്പോൾ കുഴഞ്ഞേറ്റം വലഞ്ഞിടുമ്പോൾ. ഈ വരികള് ആ സമയത്ത് എനിക്ക് ലഭിച്ചതാണ്. അന്ന് ആ പാട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ആ പാട്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ ആ കമ്മീഷൻ വന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടും കൊണ്ടാണ് ഇവിടുന്ന് പോയത്, സ്കൂളിൽ നിന്ന് പോയത്. അപ്പോ എനിക്ക് ഉണ്ടായ ആ ഭീഷണിയെല്ലാം പോയി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ ജോലി തുടരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അതിനകത്ത് നിരപരാധിയാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഗതിയാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മള് ഇങ്ങനെ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഒഴുക്കുകൾക്കെതിരെ നാം തുഴഞ്ഞിടുമ്പോൾ അപ്പൊ നമ്മളെ ചില കാറ്റിനെതിരായിട്ട് നമ്മളെ നിൽക്കേണ്ടി വരും ചില സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതും ജീവിതത്തിൽ നമുക്കുള്ള ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കലങ്ങേണ്ട മനമേ എന്നുള്ള പാട്ട് എനിക്ക് ലഭിച്ചത്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു വരികള് ശ്രദ്ധിച്ചാൽ അതിന്റെ ആശയങ്ങള് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് എൻ്റെ മനസ്സില് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് നന്ദിയാനുള്ള തിങ്ങിയാനുള്ള പാട്ട്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അത് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാട്ട് 3 വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടിയാണ് എനിക്കുണ്ടായത്, കിട്ടിയത്. ആ പാട്ട് ചില പാട്ടുകള് പെട്ടെന്ന് പാട്ടുകൾ കിട്ടും ചില സമയത്ത്. എനിക്ക് ട്യൂണും അല്ലെങ്കിൽ ഈണവും അതിന്റെ വരികളും കൂടെ കർത്താവ് ഒന്നിച്ചാണ് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന പാടുകയാണ്. പാടുമ്പോൾ പിന്നെ
അത് എഴുതിയെടുക്കുകയായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പാട്ടുകളിലെല്ലാം സവിശേഷത. എന്നാൽ പിന്നീട് പല കൺവെൻഷൻകാരും പല തീം സോങ് ഒക്കെ എഴുതാനായിട്ട് ചിലരൊക്കെ എന്നെ സമീപിക്കുമ്പോൾ അവർക്ക് നിശ്ചിത ടൈമിനിടയിൽ പാട്ട് വേണം. ആ സമയത്തൊന്നും എനിക്ക് പാട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എനിക്കത് മനസ്സിനൊട്ടും സന്തോഷമല്ല. വേറെ ചിലരൊക്കെ എന്നെ കൊണ്ട് പാട്ട് ട്യൂൺ ചെയ്യിക്കാനായിട്ട് വരാറുണ്ട്. അത് എനിക്ക് സങ്കടമാണ്. സങ്കടം മീൻസ് എനിക്കത് അവർക്ക് തൃപ്തിയായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ടുള്ള സങ്കടമാണ്. കാരണം അവർ പലപ്പോഴും എഴുതിക്കൊണ്ട് വരുന്നത് പിന്നീട് ഞാനൊരു പാട്ടാക്കാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് ഞാൻ പിന്നെ കുത്തിയിരുന്ന് എഴുതി അത് പാട്ടാക്കി അതിന് ഈണമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊരു തൃപ്തി കിട്ടത്തില്ല. എനിക്ക് ഈ പാട്ട് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം പെട്ടെന്നുണ്ടാകും, ചിലപ്പം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പാട്ട് പൂർത്തീകരിക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നൊരു 10-20 വർഷമായിട്ടൊരു പാട്ട് എഴുതിയിട്ട് ഈ അടുത്ത സമയത്താണ് അത് ഞാൻ മനഃപൂർവ്വമായിട്ട് പൂർത്തീകരിച്ചത്. ആ പാട്ട് ഇതിന് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് മാരാവണ്ണം കൊടുക്കാൻ പറ്റിയ പാട്ടല്ല, കുറച്ചുകൂടെ കട്ടിയുള്ള പാട്ടാണ്, ചില പ്രയാസമുള്ള പാട്ടാണ്. അതുകൊണ്ട് അത് ഞാനങ്ങും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ പെട്ടെന്ന് പാട്ടുകൾ കിട്ടുക, വളരെ താമസിച്ച് കിട്ടുക, ഇത് രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ആത്മാവിലും പാടാം അല്ലാതെയും പാടാം എന്ന് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവിനും നമുക്ക് പരിശുദ്ധാത്മാവ് പാട്ട് കിട്ടുമ്പോൾ നമുക്ക് അങ്ങ് എഴുതിയെടുത്താൽ മതി. അതിങ്ങൊരു ഫ്ലോ ആണ്, ഒഴുക്കാണ്. ആ പാട്ട് അങ്ങ് എഴുതിയെടുത്താൽ മതി. ആ പാട്ടിനകത്ത് ഒരു വള്ളി പോലും ഒരു പുള്ളി പോലും തിരുത്തേണ്ടി വരത്തില്ല. എന്നാൽ പാട്ടിന് വേണ്ടി പാട്ട് എഴുതുമ്പോൾ വെട്ടിത്തിരുത്തി തൃപ്തിയാകാതിട്ട് പിന്നെയും എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ രണ്ട് അനുഭവം എനിക്കുണ്ട്. പാട്ടുണ്ടാക്കാനും ഇരുന്നിട്ടുണ്ട്, അല്ലാതെ എനിക്ക് പാട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒത്തിരി ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ നന്ദിയാൽ എന്നുള്ള പാട്ട് 3 അനുഭവത്തിനാണ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ക്രിസ്മസിന്റെ ഒരു ഓണക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ബോർഡിങ്ങിൽ നിന്നും അവധിക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വൈഫ് സ്കൂളിൽ നിന്ന് വന്നു. എനിക്ക് ഒന്ന് സുബിൻ മോൻ എന്ന് പറയുന്നൊരു മകനുണ്ട്, 1.5 വയസ്സുണ്ട്. കുഞ്ഞു വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വൈകിട്ട് ഭാര്യ എന്നോടൊരു കാര്യം പറഞ്ഞു. അവളുടെ ബ്രസ്റ്റിന്റെ ഒരു ഭാഗത്ത് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് ആകെപ്പാടെ നിരാശയായി. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യം അറിയാമല്ലോ, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. പ്രയാസങ്ങളല്ല, ബാധ്യതകളുണ്ട്. അപ്പൊ ആ സമയത്ത് അതെല്ലാം എനിക്ക് നിർവഹിക്കണം. ഞാനൊരാണേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്വമുള്ള ആളായതുകൊണ്ട് ദൈവമേ ഒരു രോഗവും ഒരു പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൂടെ സഹിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ അന്ന് ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ പുന്നവേലി അട്ടക്കുളം പ്രാർത്ഥനാ കെട്ടിടത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിന് ഒരു ഉപദേശി വന്ന് പ്രസംഗിച്ചു. പോൾ സിനിരാജ് മുഹമ്മദ് എന്ന് പറയുന്ന ഓർത്തഡോക്സുകാരൻ ഒരു ഉപദേശിയായിരുന്നു. വന്ന് പ്രസംഗിച്ച സമയത്ത് ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിരിക്കും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, ദൈവമേ താങ്ങുവാനാവത്തൊന്നും എനിക്ക് തരില്ല. അന്ന് പകല് പടന്നലാവിൽ ജംഗ്ഷനിൽ വെച്ച് ഓണവാര വേലയ്ക്ക് MC മാത്യു വെച്ച പറഞ്ഞതിന് ഞാൻ പള്ളിയിലെ ഗായക സംഘത്തെയും കൊണ്ട് പോയി പാടിക്കുമ്പോഴൊക്കെ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ പ്രാർത്ഥനയും വിഷമമായിരുന്നു. കാരണം സന്തോഷമുള്ളവർ പാട്ട് പാട്ടെന്നാണ് വേദോത്സവത്തിൽ പറയുന്നത്. ദുഃഖിച്ചിരിക്കുന്നവർ പാടുക എന്ന് പറയുന്നത് ഒരുപാട് കൃപയുള്ളവർക്കേ പറ്റുള്ളൂ. എൻ്റെ മനസ്സ് ഒരുപാട് തകർന്ന സമയത്തായിരുന്നു. അപ്പോ ഞാനന്ന് പ്രാർത്ഥനാ ഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപദേശി പറഞ്ഞു, രോഗമുള്ള ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാറിൽ കരം വെച്ച് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സൂസിയും എൻ്റെ വൈഫും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഏതായാലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ആ മുഴ അപ്രത്യക്ഷമായി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ദിവസം മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിനോട് എൻ്റെ കൈയുടെ വേദന മാറ്റിത്തരണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് വരെ വെല്ലുവിളിച്ച ആളാണ്. എനിക്ക് സൗഖ്യം കർത്താവ് തന്നു. കർത്താവിന്റെ ഒരു വാക്ക് പറഞ്ഞു, നിന്നെ എനിക്ക് സൗഖ്യം തന്നാൽ നീ ജീവിക്കുന്ന കർത്താവാണ്, ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല നിനക്ക് ജീവിക്കുമെന്നും പറഞ്ഞു. അതെനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു പിന്നീട്. കാരണം കർത്താവിനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പ്രയാസമില്ല, പക്ഷെ നമുക്ക് ലോകപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കൊക്കെ ഒരു പക്ഷേ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ആദ്യം നേരിടും. എന്നാൽ കർത്താവിനോട് ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷവും ഏറ്റവും അനുഗ്രഹം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രുചിച്ചറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ കിട്ടിയത്. അതിങ്ങനെയായിരുന്നു.
അവശ്യഭാരങ്ങൾ പേരിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടും ആനന്ദം ആശ്വാസദായകൻ യേശുപാരൻ. അങ്ങനെയാണ് എനിക്ക് ആ വരികൾ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസിന്റെ സമയത്ത് എനിക്ക് ധാരാളം പള്ളികളിൽ ഞാൻ ക്രിസ്മസ് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് സ്കൂട്ടറായിരുന്നു അന്നുണ്ടായിരുന്നത്. പുന്നവേലി പള്ളിയില് പാട്ട് പഠിപ്പിച്ചിട്ട് പത്തനംതിട്ടയ്ക്ക് 4 മണിക്ക് പത്തനംതിട്ട മാർത്തോമ പള്ളി ചെല്ലണം. അവിടെ വൈകിട്ട് മാത്യൂസ് മാർ അത്തനേഷ്യസ് തിരുമേനിയുടെ സ്മാരക പ്രഭാഷണം നടക്കുകയാണ്. അന്ന് അവിടുത്തെ അപ്പോ അങ്ങനെ അവിടെ ചെന്ന് ഞാന് പാട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. പെട്ടെന്നൊരു എതിരെ ഒരു ബസ് കയറി വന്നു. ഞാൻ റോങ് സൈഡേ പോയത്. എൻ്റെ റൈറ്റ് സൈഡ് പോകാനായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ വണ്ടി വെട്ടിച്ച് ഓർമ്മയുണ്ട്. വണ്ടി സ്കിഡ് ചെയ്ത് ഞാൻ മറിഞ്ഞു. എൻ്റെ പോക്കും ബസിന്റെ വരവും കൂടെ ആലോചിച്ചപ്പോഴ് എനിക്ക് മനസ്സിലായി എൻ്റെ കഥ കഴിഞ്ഞെന്ന്. ഞാൻ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞ് മലന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് ബസ് നിർത്തി ഡ്രൈവറും ഒക്കെ ഡ്രൈവർ ആരും പുറത്തിറങ്ങിയില്ല. കാരണം അവര് ഓർത്തത് ഞാൻ കയറി ഇറങ്ങി നിൽക്കുകയാണ്. ഡ്രൈവർക്കറിയാം വിഷയം. ജനങ്ങളാരും ഇറങ്ങില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇറങ്ങി പെട്ടെന്ന് എന്നെ വഴിയെ വന്ന് കുറച്ച് പേര് എഴുന്നേൽപ്പിച്ച് എൻ്റെ ശരീരമൊക്കെ തൂത്തു. ഒരുപാട് ബ്ലഡ് ഉണ്ടായിരുന്നു. എന്നെ ആശുപത്രി പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ മുറിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് ഈ വരികൾ കിട്ടിയത്. കർത്താവെ, ഞാൻ ആ ഡ്രൈവർക്ക് ഒന്ന് പഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ഒരു ശവപ്പെട്ടിയിലൂടെ ഇങ്ങനെ കിടക്കുമായിരുന്നല്ലോ, എൻ്റെ വീട്ടിലുള്ളവർ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, എടാ, നിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നമ്മള് നടന്നു പോകുമ്പോൾ നമുക്ക് ആപത്തും അനർത്ഥവും രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടാകാം, അല്ലെ? അപകടങ്ങളൊക്കെ ഉണ്ടാകാം. എത്ര ആപത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ തലയണക്കവിയൻ നനയ്ക്കാനായിട്ട് ഊരിയപ്പോൾ അതിനകത്തൊരു പാമ്പ് ചത്ത് കിടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വേണേ മരിക്കാമായിരുന്നു. അപ്പൊ എത്രയെത്ര മരണപാശങ്ങൾ കർത്താവിനെ വിടുവിച്ചു നോർന്നപ്പോഴാണ് മരണപാശങ്ങൾ ഉയർന്ന നേരം ശരണം തന്നരികിൽ ആ വരികൾ അങ്ങനെയാണ് കിട്ടുന്നത്. അതിന്റെ ലാസ്റ്റ് ലൈൻ കിട്ടിയത് എനിക്കൊരു ഓർഗൻ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടി. അത് വലിയ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ആ ഡ്യൂട്ടി അത്ഭുതകരമായിട്ട് അത് വേറൊരു ഓഫീസർ ഇടപെട്ട് അത് കുറച്ച് അത് തിരിച്ചു വരുന്ന സമയത്താണ് ആ പാട്ടിന്റെ മുഴുവൻ വരിയും അതിന്റെ സന്തോഷത്തോടെ ഞാൻ പാടിയത്. എന്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഒരുപാട് അവസരങ്ങൾ ഇനിയും പാട്ടുകൾ പറയാനായിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തന്നെ അറിയാൻ സമയം ഒത്തിരി കൂടിപ്പോയെന്ന്. എന്തായാലും എന്നെ എൻ്റെ ദൈവം നടത്തി. അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി. നമുക്കറിയാം 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ തന്നെ ആശ്രയിച്ചുകൊള്ളുക, അവനിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് എനിക്ക് പാട്ടുകൾ ലഭിച്ചത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടുകളൊക്കെ കർത്താവ് തന്നതാണ്, എൻ്റെ കഴിവല്ല. എനിക്കൊരു വരി പോലും എഴുതാനായിട്ട് എനിക്ക് കഴിവുള്ളവനല്ല. പക്ഷേ കർത്താവ് വരുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ എൻ്റെ പാട്ടുപുസ്തകമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ദൈവം ഇതെല്ലാം ഞാൻ എഴുതുകയാണോ, ഇതെല്ലാം നീ എന്നെ കൊണ്ട് എഴുതിച്ചാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോ ദൈവമാണ് എനിക്ക് പാട്ട് തന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കൃപയാൽ എന്നുള്ള പാട്ടും ഞാൻ വിശദീകരിക്കുന്നില്ല. അതും ഞാൻ വലിയൊരു മരണത്തിന്റെ വക്കിൽ നിന്നും എൻ്റെ ഒരു കാർ ആക്സിഡന്റിൽ ഞാൻ അകപ്പെട്ടു. എൻ്റെ കാർ നിശേഷം തകർന്നു. എന്നെ അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കൃപയാൽ നീ ജീവിക്കുന്നു. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് കൃപയാൽ എന്നുള്ള ആ പാട്ട് കഴിഞ്ഞ കൊല്ലത്തെ മാരാമൻ കൺവെൻഷന്റെ പാട്ട് എനിക്ക് ലഭിച്ചത്. ഇങ്ങനെയാണ് എനിക്ക് പാട്ട് ലഭിച്ചത്. എനിക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം സകലത്തിനും മതിയായവനാണ്. അതിന്റെ ഒരു എളിയ സാക്ഷിയാണ് ഞാൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാണ്. ഒടുവിലത്തെ പാട്ടിന്റെ ഒരു വരി 2 വരി ഒന്ന് പാടാമോ? കൃപയാൽ നമ്മൾ പറഞ്ഞ പാട്ട് അത് പാടി അവസാനിപ്പിക്കും.
മാത്രമെന്നല്ലിടയൻ തിരുക്കരഞ്ഞ ദിനം നടത്തുകയാ കൃപയാ കൃപയാ ദൈവകൃപയാ ഞാൻ ജീവിക്കും പാപത്താകത്തങ്ങളിൽ ദ്രവ്യദുഃഖങ്ങളിൽ കഷ്ടപ്പാടിന്റെ നാളിൽ എന്നെ ചേർത്തണയ്ക്കാൻ തിരുവണ്ണച്ചം കണ്ണുനീരിടത്തെ കൂടെ ചേരുവാൻ എന്റെ കരങ്ങളാണ് നടത്തുകയാ കൃപയാ ദൈവകൃപയാ താങ്ക് യു വെരി മച്ച്. ഞാൻ വളരെ വൈമുഖ്യത്തോടു കൂടിയാണ് ഇടയ്ക്ക് ഒരു ഇന്റർവെൻഷൻ നടത്തിയ സമയത്തെക്കുറിച്ച് ഓർപ്പിച്ചത്. എനിക്കും ഏറെ നേരം കേട്ടിരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഈ മീറ്റിൽ പങ്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എന്നാൽ നമുക്ക് സമയത്തിലെ പരിമിതി കണക്കിലെടുത്തേ മതിയാവും. നാളെ ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇടപെടൽ നടത്തിയത്. നമ്മുടെ സാങ്കേതിക പ്രശ്നം മൂലം നയനാന്റെ പാട്ടുകൾ ഞങ്ങൾക്ക് ശരിയായിട്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ സാധിച്ചില്ല. പാട്ടിന്റെ ആലാപനം ആസ്വദിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമവും ഉണ്ട്. വളരെ നന്ദി. ഇപ്പോൾ ശ്രീ VI ജേക്കബ് അനൗൺസ്മെന്റ്സ് നടത്തും. അതിനുശേഷം അല്പസമയം നമുക്കൊരു ഇന്ററാക്ഷൻ ഉള്ള സമയമാണ്. അത് ശ്രീ വിൽസൺ നിയന്ത്രിക്കുന്നതാണ്. ഇപ്പോൾ അനൗൺസ്മെന്റ് ബൈ മിസ്റ്റർ VI ജേക്കബ്. അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്. നമ്മുടെ അടുത്ത വെബിനാർ 212ാമത് ലൈവ് വെബിനാർ ആണല്ലോ. അത് അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് 10-ാം തീയതി പതിവ് പോലെ 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് റവറൻ ജോർജ് ജോൺ അച്ഛനാണ്. വാശി ഇടവക വികാരിയാണ്. മാരാവൺ കൺവെൻഷന് അച്ഛൻ്റെ അനവധി ഗാനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അനവധി CD-കളും അതുപോലെ മനോരമ മ്യൂസിക്കിലും ഒക്കെ അച്ഛൻ്റെതായിട്ടുണ്ട്. അടുത്ത വെബിനാറിന്റെ വിഷയം ക്രൈസ്തവ ഗാന ചക്രവാളം പാർട്ട് 4 ആയിരിക്കും. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത ലൈവ് വെബിനാറിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനൗൺസ്മെന്റ് ഉപസംഹരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവര് സിസ്റ്റത്തിൽ ഹാൻഡ് റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേരെഴുതിയിടുകയോ ചെയ്താൽ അതനുസരിച്ച് വിളിക്കാം. ഇപ്പോൾ രാജു ഫിലിപ്പ് സാറ് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, 1 അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ സമയം എടുക്കരുത്. കാര്യം നമുക്ക് സമയപരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. രാജു ഫിലിപ്പ് സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. പ്രത്യേകിച്ച് വിൽസൺ സാറിന് പ്രത്യേക ഈവനിങ്. ഈ ഇങ്ങനെയുള്ളതായ ഒരു സംരംഭം, ഇങ്ങനെയുള്ളതായ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ക്രൈസ്തവ ഗാനചക്രവാളത്തെ കുറിച്ച് വളരെ സീരിയലായിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെയും ഓരോ പാട്ടുകാരുടെ അനുഭവങ്ങൾ കൂടിയാണ് പാട്ടുകളുടെ പശ്ചാത്തലം വിവരിച്ചത്. ഇവിടെ ഞാൻ കുഞ്ഞുവേലി സാർ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയും കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തതായിട്ടുള്ളതായ ഗാനങ്ങളാണ്. അത് കേട്ടെഴുതുന്നത് മാത്രമേ കേട്ടെഴുത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അനുഭവത്തിൽ വളരെയധികം അനുഭവം വെളിച്ചത്തിൽ എഴുതിയതുകൊണ്ട് വളരെ സ്പർശിയായിട്ട് തോന്നി. പ്രത്യേകമായ അഭിനന്ദനം. അതുപോലെ ഇന്ന് ഈ സെഷൻ കൺട്രോൾ ചെയ്തായിട്ടുള്ള ജോളി തോമസ് അച്ഛനെ എനിക്ക് നേരിട്ട് വ്യക്തിപരമായി പരിചയമില്ല. കാരണം 1981 ഞാൻ ഇവിടുന്ന് വിദേശത്ത് പോയതുകൊണ്ട് 81 കഴിഞ്ഞിട്ടാണ് അച്ഛന് വിജയനസിന്റെ സെക്രട്ടറി ആയിരുന്നത്. അതിന് മുമ്പ് ഉള്ള ജോർജ് വർഗീസ് അച്ഛൻ്റെ കാലത്ത് ഞാൻ അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ തന്നെ മാരാവൺ ഭദ്രാസന വിജയനസിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. എന്നാൽ അച്ഛൻ ആ സമയത്ത് ഈ രംഗത്തില്ലായിരുന്നു. അച്ഛനെ പിന്നെ പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ
അച്ഛനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. അച്ഛന് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായത്. പാട്ടിന്റെ സെലക്ഷൻ ബോർഡിലൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ദൈവമായിട്ടുള്ള അഭിനന്ദനവും ദൈവമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ മീറ്റിങ്ങില് സംഘടിപ്പിച്ചതായ ഈ ലൈറ്റർ ടു ലൈറ്റർ വേദിയെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ സാറിന് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു രാജു ഫിലിപ്പ് സാറ്. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ജോയ് സിയോനിലാണ്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നൈനാൻ സാറിന് പറയാം, അല്ലെങ്കിൽ ജോയ് സിയോനില്. നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നമ്മുടെ ഈ വെബിനാർ നിങ്ങൾ തുടർന്ന് നടത്തുക. അനേകർക്ക് ഇത് സന്തോഷമാണ്. അനേക എഴുത്തുകാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും കേൾക്കുവാനും ഒക്കെ ഇടയാകുന്നത് സന്തോഷം. ഇത് യൂട്യൂബിൽ വരുമോ പിന്നീട് കേൾക്കാനായിട്ട്? യൂട്യൂബിൽ ഇടുന്നുണ്ട്. ജോളി തോമസ് അച്ഛ, നയനൻ പുന്നവേലി സാറേ, പ്രിയപ്പെട്ട വിൽസൺ സാറേ, ഞാൻ ഇന്ന് ഒത്തിരി ഹൃദ്യതയിലോടാണ് ഇന്ന് സാറിനോട് സംസാരിക്കുന്നത്. നയനാൻ പുന്നവേലി സാറിനോട്. അതായത് ഞാൻ ഒത്തിരി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഞാൻ മീറ്റിങ്ങിന് കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു രോഗിയുടെ വീട്ടിൽ പോയിട്ട്, സാറിന് ഈ പാട്ട് പാടുന്ന ഇത് അനുഭവം ഒന്നും ഞാൻ നേരത്തെ അറിഞ്ഞില്ല. എല്ലാ ക്ലാസ്സിനും മിക്കപ്പോഴും കയറാറുണ്ട്. ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചിലപ്പം ഇത് വീഡിയോ ഒന്നും ഓൺ ചെയ്യാതെ കേൾക്കും. എന്നാലും ഹൃദയതയോടെ കേട്ട്, കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും, ശാശ്വത ഭുജങ്ങളിൻ മീതേ നിർഭയന ഞാൻ വസിച്ചിടും. യാഹ് നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. അവരെ പാടി ആശ്വസിപ്പിച്ചിട്ട് പോരാനായിട്ട് ദൈവം എന്ന് സഹായിച്ചു. അതിനിടയാക്കിയ നയനാൻ ഫിലിപ്പ് സാറിന് ഞാൻ KCVM ഹാളിൽ വെച്ച് സാറിനെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോകുന്നു, കാറിൽ ഇരുന്നുണ്ട്. ഇനിയും സാറിനെ KCVM ഹാളിൽ കാണുമ്പോൾ ഞാൻ ഓടി വന്ന് സാറിന് ഒരു ഉമ്മ തരുന്നതായിരിക്കും. അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഹൃദ്യതയായി. വിൽസൺ സാറെ സത്യമാ ഞാൻ പറഞ്ഞ കേട്ടോ. ജോളി തോമസ് അച്ഛാ, ഞാൻ സത്യമാ പറഞ്ഞേ. എനിക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനി സാറിനെ കാണുമ്പോൾ ഞാൻ 2 കവിളത്തും കർത്താവിന് വേണ്ടി ഒരു ഉമ്മ തരും. താങ്ക് യു വെരി മച്ച്. ഉമ്മ വയ്ക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. സാറിന് മറുപടി പറയാം ഉണ്ടെങ്കിൽ. ഇതുപോലെ പിന്നെ ദൈവം നമ്മുടെ ഒരുപാട് പേര് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. പല രോഗത്തിൽ അവർക്ക് ആശ്വാസം പകർന്നതായിട്ടും അവരുടെ പ്രത്യേക ജീവിതത്തിന്റെ ക്രൈസിസിൽ അവരെ ഈ പാട്ടുകളൊക്കെ പാടി ആശ്വസിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതൊക്കെ എനിക്ക് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഈ സഹോദരൻ എന്നോട് പറഞ്ഞ ആ നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ ആ ഉമ്മ മേടിക്കാനായിട്ട് തയ്യാറായിട്ട് വരാം. താങ്ക് യു. ഇനി ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസരമുണ്ട്. അവര് ഹാൻഡ് റൈസ് ചെയ്യുന്നതിന് മുമ്പ് വിൽസൺ കരിമ്പന്നൂർ തന്നെ ഹാൻഡ് ഉയർത്തിയിട്ടുണ്ട്. ഫിലിപ്പ് കല്ലട എന്നുള്ള അദ്ദേഹം വീഡിയോയിൽ കൈ ഉയർത്തി. ഫിലിപ്പ് കല്ലട. ഓക്കെ, നമ്മുടെ രാജു അഞ്ചേരി അച്ഛന്റെ ബ്രദറാണ് ഫിലിപ്പ് കല്ലട. സാറിന് ഇപ്പോൾ സംസാരിക്കാം. സണ്ണിയാണ് ഫിലിപ്പ് കല്ലട. അൺമ്യൂട്ട് ചെയ്യണം. പാട്ട് വന്ന വഴികളെ കുറിച്ച് നയനാൻ സാർ പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. കാരണം ഓരോ പാട്ടിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാതനകളും വേദനകളും അതിമനോഹരമായിട്ട് ജനങ്ങളുമായിട്ട് നമ്മളുമായിട്ട് സംവേദിക്കാൻ സാധിച്ചു. അതേസമയം ഈ പാട്ട് വന്ന വഴികളെ കുറിച്ച് അദ്ദേഹം ഒന്ന് എഴുതിയിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് ഞാൻ ഓർക്കുകയാണ്. സാധിക്കുമെങ്കിൽ സാർ ഒന്ന് എഴുതണം. ജോളി തോമസ് അച്ഛൻ എൻ്റെ കൂടെ ഞാൻ 5 വർഷം സെക്രട്ടറിയായിട്ട് കോയമ്പത്തൂരിലുണ്ടായിരുന്നു. അച്ഛന് നമസ്കാരം. കരിമ്പന്നൂർ സാറിന് എന്നെ അറിയാം. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം.
ഫിലിപ്പ് കല്ലട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, സണ്ണിയാന്ന് പിന്നെ മനസ്സിലായത്. സാറേ, പ്രത്യേക സന്തോഷം. ഞാൻ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും. എന്നോട് പലര് ആവശ്യപ്പെടുന്നു. എന്നോട് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചുള്ള നമ്മുടെ മാത്യു ദാനിയൽ അച്ഛനാണ്. അച്ഛൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രസാദ് കുഴിയത്തച്ഛൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ തീർച്ചയായിട്ടും ഞാനത് എഴുതാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം അത് സഫലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഡോക്ടർ കെ ശലോമോൻ അച്ഛന് മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം. താങ്ക് യു വിൽസൺ സാർ. ഞാൻ സംസാരിക്കാനാണ്. മഹിമകൾ പാടി വണങ്ങിടാം, മഹിതലനാഥനെ വാഴ്ത്തിടാം, മഹിമയെഴും തൻ തിരുനാമം, മഹോജ്വലം തൻ തിരുനാമം. വരിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നൈനാൻ പുന്നവലി സാറിന്റെ പാട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിയാണോ സാറേ? ഈ പാട്ടാണ് നൈനാൻ പുന്നവേലി സാറിന്റെ ആദ്യത്തെ പാട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന. ഒരു VBSന്റെ പുസ്തകത്തിലുള്ളതാണ്. 80കളിലാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നൈനാൻ പുന്നവേലി സാറിനെ ഔദ്യോഗിക ജീവിതത്തിൽ അധ്യാപകൻ എന്ന നിലയിലും മറ്റ് പല എൺപതിൽ അത് VBS ട്രെയിനിങ് ക്യാമ്പിന് ചരൽക്കുന്നേ വന്ന് പഠിപ്പിച്ച സാർ. ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഏതോ ഒരു ലൈനില് ഞാനിപ്പോ ഓർത്ത് പാടിയതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. മോദമെഴും തൻ തിരുനാമം. മോദമെഴും. കറക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങില് നമ്മുടെ ജോയി സിയോനിൽ സഹോദരനൊക്കെ പറഞ്ഞതുപോലെ അതിനെ ഈ ഒരു അനുഭവങ്ങളിലൂടെ നമ്മളുടെ ഈ സംഗീതം, ക്രൈസ്തവ സംഗീതം നമ്മളുടെ വ്യക്തി ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ രൂപപ്പെടുന്നതിന്റെ ഒരു പ്രത്യേകത നൈനാൻ സാറ് പറഞ്ഞു. ഇത് മുമ്പും സാറ് ഇത്രയും വിശദമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഈ പാട്ട് പഠിപ്പിക്കുന്ന വേദികളിലൊക്കെ കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെ പാട്ടുകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവർ പറഞ്ഞത് ചെറിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ സാഹിത്യ കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നവർക്ക്, ശുദ്ധ സാഹിത്യവുമായി ബന്ധപ്പെട്ട് എഴുതുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ആത്മീയതയുടെ മണ്ഡലത്തിലുള്ള കാര്യങ്ങളോട് മനസ്സ് കൂടുതൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് എഴുതുന്നവര് കുറ്റവാളികളാകത്തില്ല എന്നൊരു പഠനം ഉണ്ടോ എന്നൊന്നുകൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും അങ്ങനെ ഞാൻ എവിടെയോ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സാഹിത്യകാരന്മാരാണ് ലോകത്തിലെ ഏറ്റവും കുറവ് കുറ്റവാളികളായിട്ടുള്ളത് എന്നാണ് ഒരു നിഗമനം. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുടെ ജീവിതവും ആ തരത്തിൽ നോക്കിക്കാണുന്നതിനൊക്കെ വളരെ സഹായകമാണ്. ഈ മാരാമൺ കൺവെൻഷനിലെ പാട്ടുകൾ എന്നത് മാത്രമല്ല, ക്രൈസ്തവ ഗാന സാഹിത്യത്തിന് നൈനാൻ സാർ തന്നിട്ടുള്ള സംഭാവനകളാണ് ഇന്നൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിലെ ഒരാൾ തന്നെയാണ്, നമ്മളോട് കൂടെ സഞ്ചരിക്കുന്നയാളാണ്, പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. എന്നാൽ നമ്മളുടെ ചെറിയ ജീവിതത്തെ ദൈവം എത്ര വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പം പല പാട്ടും നൈനാൻ സാർ എഴുതി, പക്ഷേ അത് വേറൊരു പബ്ലിക് മീറ്റിങ്ങിലൊക്കെ പാടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ആത്മീയമായ ഒരു വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു നിർവൃതിയുടെയൊക്കെ ഒരു അനുഭവമുണ്ട്. അത് ഒരു എഴുത്തുകാരന് മാത്രമുള്ളതല്ല, എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ തന്നെ ആ ഒരു അനുഭൂതി നിർവിശേഷം ഉണ്ട് എന്നതാണ് എൻ്റെയും ഒരു ചിന്തയും ഒരു മനസ്സിലാക്കൽ. അതുകൊണ്ട് ഇന്നത്തെ ഈ വൈകുന്നേരം ഈ പ്ലാറ്റ്ഫോമിലൂടെ നൈനാൻ സാർ പങ്കുവച്ച അനുഭവങ്ങൾ നൈനാൻ സാറിന്റെ എഴുത്തിന്റെ പിന്നിലെ ഊർജത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. തുടർന്നും ധാരാളം പ്രത്യേകിച്ചും ക്രൈസ്തവ ഗാനലോകത്തിന് കൂടുതൽ സംഭാവന നൽകാൻ, അത് കൂടുതൽ ആധികാരികതയുള്ളതായി തീരുവാനൊക്കെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും ആശംസയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ജോളിയച്ചൻ ഇന്നത്തെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുന്നു. ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ഈ മീറ്റിങ്ങിൽ കയറാൻ, കാരണം ഒരു ഇടവകയുടെ ശുശ്രൂഷയാകുമ്പോൾ വീക്കെൻഡ് വരുമ്പം ശരിക്കും അങ്ങ് പാക്ഡ് ആയി പോകും.
ഇന്ന് ഒരല്പസമയം കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയതാണ്. നൈനാൻ സാറിനോട് ഒരിക്കൽ കൂടെ എല്ലാം നന്ദിയും സന്തോഷവും അറിയിക്കും. താങ്ക് യു. നല്ല വാക്കുകൾ. സോളമൻ പാട്ട് പാടിയ പ്രത്യേകം നന്ദി. ആ പാട്ട് ഓർത്തപ്പോ ഒത്തിരി സന്തോഷം തോന്നി. സോളമനച്ചൻ പറഞ്ഞ വളരെ കറക്റ്റാ. ഈ ഡോക്ടർ ഐബ് ജോസഫ് അച്ഛനും മോനി മാത്യു അച്ഛനും ഒക്കെ സമാജം ജനറൽ സെക്രട്ടറിമാരായിരുന്ന സമയത്ത് നൈനാൻ പൊന്നുവേലി സാറിന്റെ പാട്ടാണ് BBSന്റെ തീം സോങ്ങും പ്രെയർ സോങ്ങും. അത് പിന്നെ ഈ കാലത്താണ് അതൊക്കെ ഒന്ന് മാറിയത്. അന്ന് ദീർഘവർഷങ്ങൾ അത് തന്നെ ഉള്ളായിരുന്നുള്ളൂ. പാട്ട് എഴുതിയില്ല ശരിയാക്കുമെന്നൊക്കെ എന്നോട് പറയാമായിരുന്നു. അത് തന്നെ സാറിന് നിർബന്ധ ബുദ്ധിയാ ഞാൻ നോട്ടീസ് വരെ അയച്ചിട്ടുണ്ട്. ഒത്തിരി തീം സോങ്ങുകളുടെ ഉടയവനാ. ഞാൻ ഒത്തിരി മറന്നു, അന്ന് എന്റെ ഇല്ലത്. സമാജത്തിൽ പോയാൽ പഴയ റെക്കോർഡുകൾ ഉണ്ട് അവിടെ. പഴയ BBS പാഠപുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട്. മറ്റാരും ഹാൻഡ് റൈസ് ചെയ്യാഞ്ഞതുകൊണ്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുവാണ്. മാത്യു നൈനാൻ കെ പുന്നവേലി എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങളൊരു പഞ്ചായത്തുകാരാ. ചെറുപ്പത്തിൽ കൗമാര കാലഘട്ടത്തിൽ മല്ലപ്പള്ളി വെസ്റ്റ് സെൻട്രൽ യുവജന സംഘത്തിൽ ഞങ്ങൾ പരസ്പരം പല മത്സരങ്ങളിലും കോമ്പീറ്റ് ചെയ്യുന്നവരായിരുന്നു. എന്നാലും പരസ്പരം നല്ലൊരു സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പൻ ഞങ്ങളുടെ പ്രാർത്ഥനായോഗത്തിൽപ്പെട്ട ആളും ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ നൈനാൻ പൊന്നുവേലി സാറിനെ ഇങ്ങനെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ മോഡറേറ്ററായ ജോളി തോമസ് അച്ഛനെയും കൂടെ ഒരുമിച്ച് കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നൈനാൻ സാറിന്റെ പാട്ടെഴുത്തിനെ ഞാൻ എന്നും വളരെ അതിശയത്തോടു കൂടിയും അത്ഭുതത്തോടും കൂടി കാണുന്ന വ്യക്തിയാണ്. സാറിനോട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഈ കഴിഞ്ഞ 2 സെഷൻ ഇത് നമ്മുടെ ക്രൈസ്തവ ഗാന ചക്രവാളത്തിന്റെ 3-ാം ഭാഗമാണ്. 2 തവണ ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് പാടിയവരോട്, അന്ന് പ്രഭാഷണം നടത്തിയവരോട്, സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് എന്നാണ് ഒരു ചോദ്യം. ഇനി അത് സാറ് 3 ചോദ്യങ്ങളാണ്, 3ഉം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, സാറ് ഈ ഗാനങ്ങൾ രചിക്കുന്നതും സാറിന്റെ പാട്ടുകള് ഇങ്ങനെ മാരാമൺ കൺവെൻഷനിൽ ഒത്തിരി വരുന്നതിന്റെ പേരില് സാറിന് മറ്റു ഗാനരചയിതാക്കളുടെ ഇടയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വലിയ എതിർപ്പോ അതിന്റെ പേരിൽ സാറിന് വല്ല പ്രയാസങ്ങളോ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള വല്ല അനുഭവം ഉണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. മൂന്നാമതായിട്ട്, ഈ ഗാനങ്ങള് സാറ് രചിച്ച ഈ ഗാനങ്ങള് എല്ലാം സാറ് പറഞ്ഞ ട്യൂണോടുകൂടിയാ തരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നേരെ തിരിച്ച് സാറ് തന്നെ പറഞ്ഞു സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് പലരും ട്യൂൺ ആദ്യം തന്നിട്ട് പിന്നെ ഗാനം അതിനകത്ത് എഴുതുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എഴുതുന്നതിന് സാറിന് താല്പര്യമുണ്ട്? അങ്ങനെ ട്യൂണിനെ അടിസ്ഥാനപ്പെടുത്തി ഗാനങ്ങൾ രചിക്കാൻ സാറിന് കഴിയുമോ? അതിനെപ്പറ്റി ഇവിടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. സന്തോഷം വിളിച്ചാൽ. വിളിച്ചതിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പേഴ്സണലായിട്ട്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. വിൽസന് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കള്. 2 പേരിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ? എന്റെ 2 മക്കളിലോടും എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ഒരു സൃഷ്ടിയും സൃഷ്ടികർത്താവുമായിട്ട് വരുമ്പോഴേ വേണമെങ്കിൽ സാറിന് പറയാം എന്റെ എല്ലാ സൃഷ്ടിയും നല്ലതാണെന്ന്. പക്ഷെ അങ്ങനെ അല്ല എന്ന എന്റെ എനിക്ക് പാട്ടുകൾ, ഞാൻ എഴുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചില പാട്ടുകളോട് എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ശരിയാണ്. എന്നാൽ ശരിയാണ്, ഞാൻ പറഞ്ഞ് സമ്മതിക്കുന്നു. എന്നാൽ എനിക്ക് ഒരുപാട് ചില പാട്ടുകൾ ഞാൻ എഴുതുമ്പോൾ കരഞ്ഞു പോയിട്ടുള്ള പാട്ടുകളുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല ആ പാട്ട്. ഞാൻ കർത്താവേ എൻ ജീവദാതാവേ നീ എന്നാശ്രയം ആകയാൽ എനിക്കെന്തു സൗഭാഗ്യം. ഈ പാട്ട് ഞാൻ എഴുതുമ്പോഴും
ഇപ്പോൾ പാടുമ്പോഴും പള്ളി പാടുമ്പോഴും എനിക്ക് എന്റെ ഹൃദയം ഒരുപാട് ത്രസിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അതിനകത്ത് വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ട് തന്നെ എഴുതിയ പാട്ടാണ്. പിന്നെ എൻ ജീവനാഥന എൻ പ്രിയ യേശുവേ തിരുനാമം ഒന്ന് മാത്രം ആത്മാവിൻ ആലംബം. ഈ പാട്ടൊരു പ്രാർത്ഥനാ വേണ്ടി ലഭിച്ചതാണ്. എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഈ പെട്ടെന്ന് പാടി കരഞ്ഞു പാടി എഴുതിയൊരു പാട്ടാണ് എനിക്കായി മരക്കുരിശിൽ ജീവയാഗം ആയവനേ. ഈ പാട്ട് അത് അതിന്റെ 3 സ്റ്റാൻസ പാടുമ്പോഴും എനിക്ക് ഭയങ്കര ആത്മസന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിൽ പോലും എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ കുറേയേറെ പാട്ടുകള് ഹൃദയത്തെ സ്പർശിച്ച പാട്ടുകളുണ്ട്. ശരിയാണ് വിൽസൺ പറഞ്ഞത്, നമുക്ക് എല്ലാ മക്കളും ഒരുപോലെ ആണെങ്കിലും ചില പ്രത്യേകത ഉണ്ട്, ചിലതിനെ നമ്മൾ കൂടുതൽ ഓമനിക്കും. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ചോദ്യം പാട്ട് ട്യൂൺ ചെന്നിട്ട് എഴുതാമെന്നുള്ള അല്ലേ? ട്യൂൺ തന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാം, എഴുതാമായിരിക്കാം എന്നാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് മനോരമ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ആരോ ട്യൂൺ ചെയ്ത പാട്ട്, അതാ ഐസക് ട്യൂൺ ചെയ്ത വേറൊരു പാട്ട് തന്നിട്ട് അത് ക്രിസ്തീയ ഗാനമാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പാട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കും, ശ്രമിച്ചാൽ സാധിക്കും. മൂന്നാമത്തേതാണ് പ്രധാന ക്വസ്റ്റ്യന്. അത് പറയണത് ഞാനത് ഓർക്കാനും പറയാനും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കല് എന്റെ ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആൾക്കാർ. അതായത് എന്റെ പാട്ടുകള് എടുക്കുന്നത് എന്റെ സ്വാധീനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാണിക്കുന്നുണ്ട്. ചില വർഷം 4 പാട്ടുകൾ വരെ മാരാമൺ കൺവെൻഷന് കയറിയിട്ടുണ്ട്. അവിടെ കമ്മിറ്റി ഇരുന്നിട്ടുള്ളവർക്കറിയാം, കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു കാരണവശാലും XOR-Y ആരുടെ പാട്ടാന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഒരിക്കൽ പോലും എന്റെ പാട്ടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, ഒറ്റ കമ്മിറ്റിക്കാരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കല് ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തക, ഒരു കൊച്ചമ്മയാണ്, നല്ലവണ്ണം പാടുന്ന, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ വന്നേച്ച്, എൻ്റെ കൂടെ ഗായക സംഘത്തിലൊക്കെ ഉള്ള ആളാണ്. ഇപ്പൊ റിട്ടയർഡ് ആയി, അഡ്മിഷൻ ആയിട്ടൊക്കെ റിട്ടയർ ചെയ്തു. കൂടുതൽ പറയാൻ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോ ആ ടീച്ചർ ഒരു ദിവസം ഈ സ്കൂളിൽ വന്ന് സ്റ്റാഫ് റൂം വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇനി നീ മാരാമൺ കൺവെൻഷന് പാട്ട് എഴുതണ്ട, ബാബുക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്, ഇനി മാരാമൺ കൺവെൻഷന് പാട്ട് എഴുതണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുന്നതിന് മുമ്പ് കൊച്ചമ്മ അങ്ങ് പോയി. എനിക്കത് വലിയ പ്രയാസം, ടെൻഷനായി. അന്ന് വൈകുന്നേരം വരെ കൊച്ചമ്മയ്ക്കും ലക്ഷറില്ല, എനിക്കും ലക്ഷറില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ടിയില്ല. പോകാൻ നേരത്ത് ബെല്ലടിച്ച് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞ് പാട്ട് എഴുതിക്കോ, കുഞ്ഞ് ദൈവത്തിന് വേണ്ടി എഴുതുന്നു, കുഞ്ഞാരെയും നോക്കണ്ട എന്നൊരു സംസാരം. അപ്പൊ അതിനകത്തൊന്നും എന്തോ ഞാൻ പിന്നെ കൊച്ചമ്മയുടെ വിവരങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ കുറിച്ച് അറിയാവുന്നവര്, ഞാൻ ഒരിക്കലും അങ്ങനെ ആ വിധത്തില് ഒരു പാട്ട് കൊടുക്കാനൊന്നും ആളല്ല. ഞാൻ കൊടുക്കുന്നു, അച്ഛന്മാർക്ക് അറിയാം, ഡയറക്ടറായിട്ടിരിക്കുന്ന അച്ഛന്മാർക്കും അറിയാം. കൊടുത്തു കഴിഞ്ഞിട്ട് അവര് വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത് മാരാമൺ പാട്ട് സെലക്ഷൻ ആയത്. അല്ലാതെ ഞാൻ ആ വഴിക്കോട്ട് പോകുന്ന ആളല്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞാൻ പിന്നീട് എന്റെ പാട്ടിൽ എണ്ണം കുറിച്ച് ഇപ്പൊ 2 പാട്ടിൽ കൂടുതൽ കൊടുക്കാറില്ല. കാരണം ആർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 പാട്ടിൽ കൂടുതൽ കൊടുക്കാറില്ല. നമുക്ക് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ഞാൻ വളരെ വളരെ സന്തോഷം. ഈ പല പാട്ടുകളും ഞങ്ങൾ പാടുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ പിൻപിലുള്ള കഥകൾ, വേദനകൾ, കണ്ണുനീർ, സന്തോഷം, അതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചത് ആ പാട്ടുകളെ കൂടുതൽ അർത്ഥവത്തായി ഇനി പാടാൻ ഞങ്ങൾക്ക് സഹായകരമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇത് യൂട്യൂബിൽ വരുമെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആളുകൾ കേൾക്കുകയും അവർക്കും അത് പ്രയോജനകരമായി തീരുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പാട്ടുകൾക്ക് കൂടുതൽ ആഴം ഇന്നത്തെ ഈ പങ്കുവച്ച ചിന്തകൾ എന്താ ഞാൻ എന്നെ പറയാൻ തുടങ്ങിയ ഇടയ്ക്ക് എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, 99 പുന്നവേലി സോങ്സ് എന്ന് അടിച്ചു കൊടുത്താൽ ആർക്കും അത് കാണാം. 99 പുന്നവേലി സോങ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, അതിനകത്ത് കാണാം.
അതുകൊണ്ട് ഇവിടെ ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എന്നെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഏറെ പാട്ടുകൾ അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നത് രൂപപ്പെടുത്താൻ ദൈവം അങ്ങയെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് വെബിനാറിൽ പങ്കെടുക്കുകയും നല്ല ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന. വിൽസൺ, ഇനി എങ്ങനെ ഫൈനൽ പ്രയർ, കൺക്ലൂഡിംഗ് പ്രയർ വല്ലതും ഉണ്ടോ? ഇപ്പൊ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. ശരി, ആരാ അത്? ഇവാഞ്ചലിസ്റ്റ് ബിനു പി ജോർജ്. അതിന് സോളമൻ അച്ഛന്റെ പ്രാർത്ഥന ആശീർവാദം അല്ലേ? ഇപ്പൊ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഇവാഞ്ചലിസ്റ്റ് ബിജു പി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം നമ്മുടെ അഡ്മിൻ കൂടിയാണ്. അദ്ദേഹം വന്നു. ദൈവത്തിന്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 211 വെബിനാർ സർവൻ സഹായിച്ച് നമുക്ക് വീണ്ടും കൂടുവാനായിട്ട് ഇടയായല്ലോ. മൂന്നാമത് ഗാനങ്ങളെ കുറിച്ചുള്ള മൂന്നാമത്തെ വെബിനാർ ആയിരുന്നല്ലോ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഗാനങ്ങൾ, ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന ടൈറ്റിലൂടെ നമുക്ക് വിവിധ ഗാനരചയിതാക്കളെ കൊണ്ടുവരുവാനും ഒക്കെ സഹായിച്ചു. അതിന് പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും ഒക്കെ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ ഈ വെബിനാറിൽ നമുക്ക് നേതൃത്വം നൽകിയത് മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജോളി അച്ഛനാണല്ലോ. ജോളി അച്ഛനോട് നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി. അച്ഛനോടുള്ള എല്ലാവിധ സ്നേഹ ബഹുമാനവും കൃതജ്ഞതയും അറിയിച്ചോളൂ. പ്രാരംഭത്തിൽ ഗാനങ്ങൾ പാടി നമ്മെ സഹായിച്ചത്, ഈ മീറ്റിങ്ങിനെ മനോഹരമാക്കുവാനായിട്ടൊക്കെ സഹായിച്ചത് ശ്രീ മോട്ടി ജേക്കബ് ശമുവേല്, ശ്രീമതി ഡോർസി ജേക്കബ് ശമുവേല്, മഹിമ വത്സ ജേക്കബ്, നന്മ സൂസൻ ജോർജ്. കൂടാതെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും മഹിമ വത്സ ജേക്കബ് ആയിരുന്നല്ലോ. ഇവരോടുള്ള എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഞാൻ കുറച്ച് താമസിച്ച കടന്നു വന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതറിയത്തുമില്ല. എങ്കിലും അവര് പാടി നല്ല പാട്ടുകളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു, കരുതുന്നു. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്നത്തെ ഈ വെബിനാറിന് നമുക്ക് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, ഔദ്യോഗിക ജീവിതയാത്രയിൽ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗാനങ്ങളിലൂടെയുള്ള ഒരു പ്രയാണം ഹൃദ്യമായിരുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായിരുന്നു. ഇന്നും അനേകർക്ക് അതൊരു ആശ്വാസമാണ്. അനേകർ അത് പാടി ആശ്വസിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത ശ്രീ ജോയി സിയോനിൽ തന്നെ അത് നമ്മളോട് വളരെ ഹൃദ്യമായി പ്രശ്നമായിട്ട് പറഞ്ഞല്ലോ. ആ പാട്ട് അനേകർക്ക് അനുഗ്രഹമായിരുന്നു. ഇന്നും അനേകർക്ക് അത് അനുഗ്രഹവും വെളിച്ചവുമായി തീരുന്നുണ്ട്. അത് കൂടുതൽ നൈനാൻ സാറ് പറയുന്നതിൻ്റെ കൂട്ട് ട്യൂൺ എഴുതി പാട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ജീവിതാനുഭവങ്ങളിലൂടെ പാട്ട് എഴുതി വരുമ്പോഴത്തേക്ക് അവരെ ജീവിതാനുഭവങ്ങളിലൂടെ എങ്ങനെ സ്വാധീനിച്ചു, അതേപോലെ തന്നെ ആ പാട്ട് കേൾക്കുന്നവർക്കും അത് ഹൃദയവും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ സ്പർശിക്കുന്ന തരത്തിലാണല്ലോ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് അത്തരം പാട്ടുകളൊക്കെ ഇനിയും ധാരാളമായിട്ട് എഴുതുവാനും അനേകർക്ക് ആശ്വാസമാകുവാൻ പ്രിയ ബഹുമാനപ്പെട്ട നൈനാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇവിടെ നേരത്തെ പങ്കുവച്ചതുപോലെ, അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ ആവശ്യപ്പെട്ടതുപോലെ ഒരു അപേക്ഷ പോലെ ഞാനും വെക്കുകയാണ്. സാറിന്റെ ഈ പാട്ടുകളെല്ലാം അതിന്റെ പിന്നിലെ നാൾവഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ച ഒരു പുസ്തക രൂപത്തിലാക്കി അത് പ്രസിദ്ധീകരിക്കുന്നതും ഏറെ അനുഗ്രഹമായിരിക്കും. അത് തലമുറകൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കും. വായിക്കാനും അത് മനസ്സിലാക്കുന്നതിനും പിന്നീട് പ്രസംഗങ്ങളിലൊക്കെ അനേകർക്ക് ഉപയോഗിക്കാനും അത് സാധിക്കുമല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രയത്നം കൂടെ സാറ് ചെയ്യണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിന് നേതൃത്വം നൽകിയും മനോഹരമായ ഗാനങ്ങളിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ അതിനെ പങ്കുവയ്ക്കുവാനായിട്ടൊക്കെ ശ്രമിച്ച ബഹുമാനപ്പെട്ട നൈനാൻ പുന്നവേലി സാറിനോടുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവിധ ആൾക്കാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നു.
നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവരോടുള്ള എല്ലാവിധ സ്നേഹവും സന്തോഷവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വിൽസൺ സാറാണല്ലോ. വിൽസൺ സാറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. മാത്രമല്ല, ഈ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജോസ് മാത്യു നെറൂൽ അവിടെ നിന്നുള്ള പ്രിയ സാറാണ്. അദ്ദേഹത്തോടുള്ള എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുന്നു. പിന്നെ അവസാനം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സോളമൻ അച്ഛനുണ്ട്. സോളമൻ അച്ഛനോട് നേരത്തെ ഈ വെബിനാറിന്റെ ഒരു ഭാഗമാണ് അച്ഛൻ. കുറെ നാളിന് ശേഷം വീണ്ടും കാണുന്ന അച്ഛനോടുമുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകളിലും നമുക്ക് വീണ്ടും കാണുവാനും സർവശക്തൻ നമ്മളെ അടുത്ത മീറ്റിങ്ങില് പുതിയ ഗാനങ്ങളുടെ പിറവിയും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിന്തകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു. താങ്ക് യു ബിജു. പ്രിയപ്പെട്ട സോളമൻ അച്ഛന്റെ പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടെ വെബിനാർ സമാപിക്കുന്നു. അച്ഛൻ, ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പം ജോളി തോമസ് അച്ഛൻ തന്നെ ആശീർവാദം പറയണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കരുണാസമ്പന്നനായ കർത്താവെ, സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹകരമായ സമയം ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്നുവെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കാണുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെയും സന്തോഷങ്ങളെയും സങ്കടത്തിന്റെ അനുഭവങ്ങളെ അതിനെ തരണം ചെയ്യുവാൻ, സമാധാനമില്ലായ്മയിൽ സമാധാനം പകർന്ന ദൈവ സാന്നിധ്യം അറിയുവാൻ, ഞങ്ങളുടെ സന്തോഷങ്ങളെ ദൈവിക സന്തോഷത്തിന്റെ പരിപൂർത്തിയിൽ മനസ്സിലാക്കുവാൻ എല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നീ സഹായിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ ഇത്ര അത്ഭുതകരമായി നടത്തുന്ന വലിയ കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആഴ്ചകളിലും ഇന്നും ക്രൈസ്തവ ഗാനരചനയും ഗാനങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെ പറ്റിയും ഗാനങ്ങൾ രചിക്കുന്ന രചയിതാക്കളുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ക്രൈസ്തവ ഗാനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന വഴികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനും അനുഭവങ്ങൾ പങ്കിടുന്നതിനും ഒക്കെ ലഭിച്ച അവസരത്തിനായിട്ട് തന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച പ്രിയപ്പെട്ട നൈനാൻ പുന്നവേലി സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളിലൂടെ ധാരാളം ഗാനങ്ങൾ സൺഡേ സ്കൂൾ, യുവജന സഖ്യം ക്യാമ്പുകളിലും പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ വരച്ചു കാട്ടുന്ന ധാരാളം ഗാനങ്ങൾ രചിക്കുവാനായിട്ട് നീ സഹായിച്ചു. അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷനിലും മറ്റിതര മാധ്യമങ്ങളിലൂടെയും ക്രൈസ്തവ ഗാനങ്ങൾക്ക് വലിയ സംഭാവന നൽകുവാൻ പ്രിയപ്പെട്ടതിന്റെ മകളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ചുരുക്കം സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ അനുഭവങ്ങളെ വിവരിച്ചു തന്നതോർത്തും നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും നിന്നോട് ചേർന്ന് ജീവിപ്പാനും പ്രവർത്തിപ്പാനും അനേകർക്ക് സാക്ഷ്യത്തോടെ ജീവിപ്പാൻ നിന്റെ മകന്റെ ശുശ്രൂഷകളെ നീ തുടർന്നും അനുഗ്രഹിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ, മോഡറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ ജോളി തോമസ് അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെയും ദീർഘകാലം സഭയിൽ നടത്തിയിട്ടുള്ള ശുശ്രൂഷകളെ ഓർക്കുന്നു. ഇന്നും ആയിരിക്കുന്ന ഇടങ്ങളിൽ ലഭ്യമാകുന്ന അവസരങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുന്നവർക്ക് തന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാർ, ഗാന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, ഗായക സംഘങ്ങളിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർ, ക്രൈസ്തവ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ആശ്വാസത്തിനും കരുണയ്ക്കുമായി സന്തോഷത്തിനായൊക്കെ പാട്ടുപാടി ആനന്ദം കണ്ടെത്തുന്നവരായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇടയാക്കി. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറത്തിന് നേതൃത്വം നൽകുന്നതിന്റെ അഡ്മിൻസായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കുചേർന്ന് ഓരോ ആഴ്ചയിലും വിവിധങ്ങളായ വിഷയങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യമെടുക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ വീണ്ടും ഓർക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറക്കവും വിശ്രമവും നൽകി ഞങ്ങളെ സുഖത്തോടും ക്ഷേമത്തോടും ദൈവകൃപയിൽ കാത്തു പരിപാലിക്കുകയും നാളത്തെ വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ, അങ്ങയുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുവാൻ
തിരുശരീര രക്തങ്ങളിൽ പങ്കുകാരായി തീരുവാൻ ഒക്കെ സഹായിക്കണമേ. ദിനംതോറും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയോട് ചേർത്ത് നിർത്തുവാനായിട്ട് സഹായിക്കണം. അനുഗ്രഹകരമായ ഈ ശുശ്രൂഷ ഇന്ന് വൈകുന്നേരം നിർവഹിപ്പാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും ചുമതലപ്പെട്ടവരെയെല്ലാം നീ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. തുടർന്നും നിന്നോട് ചേർന്ന് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ദൈവമായ കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെയും ദാനങ്ങളെയും ലോകത്തിന് നന്മയ്ക്കായി ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഇന്നും എന്നും ഉപയോഗിക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.